मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ശുഭാവ കയാധിയെ മുരളി ഡേറ്റാണ് 13/8/2025. ബാബയുടെ ഇന്നത്തെ മധുര മഹാവാക്യം. ബാബ ഇന്ന് സമർത്ഥരായിരിക്കുന്ന കുട്ടികൾ ആരാണോ അവർക്ക് ഏത് രഹസ്യമാണ് മറ്റുള്ളവർക്ക് വളരെ സ്പഷ്ടമായി പറഞ്ഞു കൊടുക്കാൻ കഴിയും. കാരണം ബാബ നമ്മൾ കുട്ടികൾക്ക് ഒത്തിരി ജ്ഞാനം നൽകുന്നുണ്ട്, ഒത്തിരി രഹസ്യങ്ങളും പറഞ്ഞു തരാറുണ്ട്. പക്ഷേ സമർത്ഥരായിരിക്കുന്ന മക്കൾ ഏത് രഹസ്യമാണ് മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ പറ്റുക. അപ്പം ബാബ ഇന്ന് നമ്മൾ കുട്ടികൾക്ക് പറയുന്ന കാര്യങ്ങൾ ഏതെല്ലാം രഹസ്യങ്ങളാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. मीठे बच्चे अकाल मूर्त बाप का बोलता चलता तख्त यह है, जब वो ब्रह्मा में आते तब तुम ब्राह्मणों को रचते हैं. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, അകാൽ മൂർത്തനായിരിക്കുന്ന ബാബയുടെ, അകാലമൂർത്തിയായ ബാബയുടെ സംസാരിക്കുകയും ചലിക്കുകയും ചെയ്യുന്ന സിംഹാസനമാണ് ഈ ബ്രഹ്മാവ്. സംസാരിക്കുകയും ചലിക്കുകയും ചെയ്യുന്ന സിംഹാസനം അഥവാ രഥമാണ് ഈ ബ്രഹ്മാവ്. എപ്പോഴാണോ ബാബ ബ്രഹ്മാവിൽ വരുന്നത് അപ്പോഴേ നിങ്ങൾ ബ്രാഹ്മണരുടെ രചന നടക്കുന്നുള്ളൂ, അഥവാ രചിക്കപ്പെടുന്നുള്ളൂ.
എപ്പോഴാണോ ശിവബാബ ബ്രഹ്മാവിൽ വരുന്നത് അപ്പോഴേ നിങ്ങൾ ബ്രാഹ്മണർ രചിക്കപ്പെടുന്നുള്ളൂ. प्रश्न, अकालमंद बच्चे की इस राज को समझकर ठीक रीति से समझा सकते हैं? സമർത്ഥരായിരിക്കുന്ന മക്കൾ ഏത് രഹസ്യമാണ് മനസ്സിലാക്കി നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ അഥവാ മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുക? സമർത്ഥരായിരിക്കുന്ന കുട്ടികൾ ഏത് രഹസ്യത്തെയാണ് മനസ്സിലാക്കി നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുക? उत्तर, ब्रह्मा कौन है और वो ब्रह्मा से विष्णु कैसे बनते? प्रजापिता ब्रह्मा यहाँ है, वो कोई देवता नहीं. അതായത് ബ്രഹ്മാവ് ആരാണെന്നും അവർ ബ്രഹ്മാവിൽ നിന്നും വിഷ്ണു എങ്ങനെയായിത്തീരുന്നു, അവർ ബ്രഹ്മാവിൽ നിന്നും വിഷ്ണു ആയി എങ്ങനെ മാറുന്നു? പ്രജാപിത ബ്രഹ്മാവ് സാകാരത്തിലാണ്, അവർ ദേവതയല്ല. പ്രജാപിത ബ്രഹ്മാവ് സാകാരത്തിലാണ്, അവർ ദേവതയല്ല. ब्रह्मा ने ही ब्राह्मणों द्वारा ज्ञान यज्ञ रचा है. ये सब राज अकलमंद बच्चे ही समझकर समझा सकते हैं. ബ്രഹ്മാവിലൂടെ ബ്രഹ്മാവ് ബ്രാഹ്മണരിലൂടെ ജ്ഞാനയജ്ഞം രചിക്കുകയും ബ്രഹ്മാവ് തന്നെയാണ് ബ്രാഹ്മണരിലൂടെ ജ്ഞാനയജ്ഞം രചിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ രഹസ്യവും സമർത്ഥരായിരിക്കുന്ന വിവേകശാലികളായിരിക്കുന്ന മക്കൾ തന്നെയാണ് മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും സാധിക്കുകയും ചെയ്യുക. घोड़े सवार और प्यादे तो इसमें मूंझ जाएगा. കുതിരപ്പടയാളികൾ അഥവാ കാലാൽ പടയാളികൾ ഈ കാര്യത്തിൽ സംശയിച്ചു പോകും അല്ലേ? ബ്രഹ്മാവിലൂടെ എങ്ങനെയാണ് ബാബ സൃഷ്ടി രചിക്കുന്നത്? അപ്പോൾ ബാബ പറഞ്ഞ ഇത് ആദ്യം സ്വയം നല്ല രീതിയിൽ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന കുട്ടികളായിരിക്കണം അല്ലേ? ബാബ പറഞ്ഞ അവരാണ് സമർത്ഥർ, അതോ വിവേകശാലികളായിരിക്കുന്ന കുട്ടികൾ, അവരെ മഹാരഥികൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലേ? അതുകൊണ്ട് ബാബ പറഞ്ഞ കുതിരപ്പടയാളികൾ അവസ്ഥയിലിരിക്കുന്ന കുട്ടികൾ അഥവാ കാൽനടക്കാരായിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന മക്കൾക്ക് ചിലപ്പോൾ ഈ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. गीत ओम नमः शिवाय. ओम शांति. भक्ति में महिमा करते हैं एक की, महिमा तो गाते हैं ना, परंतु ना उनको जानते ना उनके यथार्थ परिचय को जानते. ഭക്തി മാർഗത്തിൽ മഹിമ ഒരേ ഒരു ഭഗവാൻ ഉള്ളതാണല്ലോ. അപ്പോൾ ബാബ പറഞ്ഞ മഹിമകളൊക്കെ പാടാറുണ്ടെങ്കിലും അവർക്ക് ഭഗവാൻ ആരാണെന്നുള്ള അറിവുമില്ല. എന്താണോ മഹിമ പാടുന്നത് അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന പരിചയമോ അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ യഥാർത്ഥ പരിചയമോ ഇല്ല. अगर यथार्थ महिमा जानते तो वर्णन जरूर करते. तुम बच्चे जानते हो ऊंचे ते ऊंचे भगवान चित्र मुख्य है उनका. ഒരു പക്ഷേ യഥാർത്ഥ രൂപത്തിൽ മഹിമയെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എങ്കിൽ അതിനെക്കുറിച്ച് അവർ വർണ്ണിക്കുമായിരുന്നു. ബാബ പറഞ്ഞു ഇവിടെ നിങ്ങൾ കുട്ടികൾക്കറിയാം ഭഗവാൻ ആരാണ്, സർവോച്ചനാണ്. ബാബ പറഞ്ഞ അതിൻ്റെ ചിത്രം വളരെ പ്രധാനമാണ്. ബ്രഹ്മാ की संतान भी होगी ना, तुम सब ब्राह्मण ठहरे. ब्रह्मा को भी ब्राह्मण जानेंगे और कोई नहीं जानता, इसलिए मूंझते हैं. ഇപ്പോൾ ബാബ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളായിരിക്കാൻ അല്ലേ? ബാബ ഈ സാകാരത്തിൽ വരുമ്പോൾ ഫസ്റ്റ് രചിക്കുന്നത് ആരെയാണ്? ബ്രാഹ്മണർ. അപ്പം അതുകൊണ്ട് ബാപ്പണ് ഈ സമയത്ത് നമ്മൾ ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളുമുണ്ട്. അപ്പോൾ ബാബ പറഞ്ഞു നിങ്ങൾ തന്നെയാണ് ബ്രാഹ്മണരെന്ന് വിളിക്കപ്പെടുന്നതും. അപ്പോൾ ബ്രഹ്മാവിനെ അറിയുന്നതും ആരാണ്? ബ്രാഹ്മണർ തന്നെയാണ്. മറ്റാരും തന്നെ ഈ കാര്യത്തെക്കുറിച്ചോ രഹസ്യത്തെക്കുറിച്ചോ അറിയുന്നില്ല. പലരും ഇതിൽ സംശയിച്ചു പോകുന്നു. ഈ ബ്രഹ്മ കൈസേ ഹോ സക്ത അല്ലേ? സാധാരണ ഒരു മനുഷ്യരൂപം കാണുമ്പോൾ
എല്ലാവരുടെ മനസ്സിൽ തോന്നും, ഇവരെങ്ങനെയാ ബ്രഹ്മാവാകാൻ കഴിയുക? ബ്രഹ്മാക്കോ ദിക്കായ ഹേ സൂക്ഷ്മവത്തൻവാസി ആ പ്രജാപിത സൂക്ഷ്മവത്തന്മേ ഹോനാ സക്കെ. അപ്പോൾ ബാപ്പയുടെ ഭക്തിയിൽ ബ്രഹ്മാവിനെ കാണിച്ചിരിക്കുന്നത് സൂക്ഷ്മദേവതയുടെ രൂപത്തിലാണ്, സൂക്ഷ്മ വദനവാസിയായിട്ട് കാണിച്ചിരിക്കുന്നു. എന്നാൽ ബാപ്പയുടെ പ്രജാപിതാവ് എന്നുള്ളത് സൂക്ഷ്മവദനത്തിൽ ഉണ്ടാകുന്നില്ലല്ലോ. വഹാ രചന ഹോത്തി നഹി. പ്രജാപിതാവ് എന്ന് പറയുമ്പോൾ പ്രജകളുടെ പിതാവാണ്. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, രചന ഒരിക്കലും സൂക്ഷ്മവദനത്തിൽ നടക്കാറില്ല. ഇസ് പർ തുമാരെ സാത്ത് ബഹുത് വാദ് വിവാദ് ഭി കർത്തെ സംജാനാ ചാഹിയെ ബ്രഹ്മ ബ്രാഹ്മൺ ഹേതു സഹീന. അപ്പോൾ ബാബ പറഞ്ഞ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അനേക വിധത്തിലുള്ള വാദവിവാദങ്ങൾ നടക്കും, തർക്കങ്ങൾ ഉണ്ടാകും. അപ്പോൾ ബാബ പറയണ അവർക്ക് മനസ്സിലാക്കി കൊടുക്ക്, ബ്രഹ്മാവും ബ്രാഹ്മണനും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഏതുപോലെ ക്രിസ്തുവിലൂടെ ക്രിസ്ത്യൻ മതം എന്നത് വന്നു, ബുദ്ധനിലൂടെ ബൗദ്ധിസം എന്നത് വന്നു, ഇബ്രാഹിമിലൂടെ വന്നതാണ് ഇസ്ലാം മതം എന്നത്. അതേപോലെ പ്രജാപിത ബ്രഹ്മാവിലൂടെ പ്രസിദ്ധമാണ് ബ്രാഹ്മണൻ എന്നുള്ളത്. ആദിദേവ് ബ്രഹ്മ അല്ലേ, നമുക്കറിയാം. ആദിദേവന്റെ രൂപത്തിൽ ആരെയാണ് കാണിക്കുന്നത്? ബ്രഹ്മാവിനെ. വാസ്തവമേ ബ്രഹ്മാക്കോ ദേവത നഹി കർ സക്തി, യേ ബി റോങ് ഹെ. സത്യത്തിൽ ബ്രഹ്മാവിനെ ദേവത എന്ന് വിളിക്കാനും സാധിക്കില്ല. ഏത് ബ്രഹ്മ? പ്രജാപിത ബ്രഹ്മ സാകാരത്തിൽ. ഇപ്പോൾ ബാപ്പണി ഇതും കൂടി തെറ്റാണ്. ബ്രാഹ്മൺ ജോ അപ്പനെ കോ കെഹലാത്തെ ഉൻസെ പൂച്ഛനാ ചാഹിയെ ബ്രഹ്മ കഹാ സെ ആയ. ഇപ്പോൾ ലൗകികത്തിലും കൂടി ബ്രാഹ്മണരുണ്ട്. അങ്ങനെ അറിയപ്പെടുന്നവരോട് നിങ്ങൾ ചോദിക്കുക, ബ്രഹ്മാവ് എവിടെ നിന്നാണ് വന്നത് അല്ലേ? അവർക്കും അറിയാം ബ്രഹ്മാവിൽ കൂടിയാണ് ബ്രാഹ്മണരുണ്ടായതെന്ന്. ഏ കിസ്കി രചന ഹെ. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മാവിനെ രചിച്ചതാര്? അതായത് ബ്രഹ്മാവിൻ്റെ അച്ഛൻ ആര്? ബ്രഹ്മാക്കോ കിസ്നെ ക്രിയേറ്റ് കിയ? കബി കോയി ബതാനാ സക്കെ, ജാനത്തെ ഹി നഹി. ആ ചോദ്യത്തിനുള്ള ഉത്തരം ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം ആർക്കും അതിനുള്ള അറിവില്ല. യെ ഭി തും ബच्चे जानते हो शिव बाबा का जो रथ जिसमें പ്രവേശ് करते हैं. എന്നാൽ ഇവിടെ നമ്മൾ കുട്ടികൾക്കറിയാം ബ്രഹ്മാവ് തന്നെയാണ് ശിവബാബയുടെ രഥം അല്ലേ? ആ രഥത്തിലാണ് ആര് പ്രവേശിക്കുന്നത്? ശിവബാബ പ്രവേശിക്കുന്നത്. യ ഹൈഹി വോ ജോ ആത്മാ ശ്രീകൃഷ്ണ പ്രിൻസ് ബനാത്ത. ഇനി ബ്രഹ്മാവിൻ്റെ മറ്റൊരു രഹസ്യം എന്താണ്? അത് അതേ ആത്മാവാണ്. ഏത് ആത്മാവാണോ ആദിയിൽ ശ്രീകൃഷ്ണനായിരുന്നത്, അതേ ആത്മാവ് തന്നെയാണ് പിന്നീട് 84 ജന്മങ്ങൾക്ക് ശേഷം സാദാ അല്ലേ മനുഷ്യ ശരീരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ബാബ പറയുന്ന ബ്രഹ്മാവിൻ്റെ റോളിലേക്ക് വരുന്നത്. ജന്മപത്രി കാ നാം തോ ഇൻകാ അപ്നാ അലഗ് ഹോഗാ ന, ക്യോങ്കി ഹേ തോ മനുഷ്യ ന. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, ബ്രഹ്മാവിൻ്റെയും കൂടി ജന്മപത്രി ഉണ്ടാവുമല്ലോ, അതെല്ലാവരിൽ നിന്നും വ്യത്യസ്തവുമായിരിക്കും. കാരണം ബാബ പറഞ്ഞു തരാണ്, ഏതാത്മാവാണോ ആദിയിലുണ്ടായത് അതേ ആത്മാവ് തന്നെയാണ് അന്തിമ സമയത്തിൽ സൃഷ്ടി രചനയ്ക്ക് വേണ്ടി നിമിത്തമാകുന്നത്. അപ്പം അതുകൊണ്ട് ബാബ പറയണ അവരും സാകാരത്തിൽ മനുഷ്യരൂപത്തിൽ തന്നെ എത്തും. ഫിര് ഇൻമേ പ്രവേശ് കർണേസെ ഇൻകാ നാം ബ്രഹ്മ രഖ് ദേത്താ. അപ്പോൾ ബ്രഹ്മാവാകുന്നതിന് മുൻപ് അവരുടെ ജന്മപത്രി വേറെ. കാരണം എന്താ? ദാദാ ലേഖരാജ് എന്നായിരുന്നില്ലേ. പിന്നീടാണ് ബാബ പറയണത്, ബാബ പ്രവേശിച്ചതിന് ശേഷം അവരുടെ പേര് തന്നെ എന്തായി മാറ്റി എഴുതുകയാണ്. യേ ബി ബच्चे जानते വഹി ബ്രഹ്മ വിഷ്ണു കാ റൂപ്. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അതിലൂടെ മറ്റൊരു രഹസ്യം എന്ത് മനസ്സിലായി? ഇതേ ബ്രഹ്മാവ് തന്നെയാണ് പിന്നീട് ആരായി മാറിയത്? വിഷ്ണു. നാരായൺ ബൻതി ഹേന. വിഷ്ണു എന്ന് വെച്ചാൽ നാരായണനായി മാറുന്നു. 84 ജന്മോं के अंत में भी साधारण रथ है ना. അപ്പോൾ ബാബ പറഞ്ഞ അതേ നാരായണൻ്റെ ആത്മാവാണ് 84 ജന്മങ്ങളുടെ ഈ അന്തിമ സമയത്ത് ഒരു സാധാരണ രഥമായി മാറിയത്. എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യരൂപത്തിലുള്ളത്. ഈ ശരീർ സബ് ആത്മാവും കെ രഥേ. അപ്പോൾ ബാബ പറഞ്ഞ ദേഹം എന്നുള്ളത് ഓരോ ആത്മാക്കളുടെയും രഥമാണ്. അകാല മൂർത്ത് കാ ബോൽത്താ ചൽത്താ തക്ത് ഹെ. അകാലമൂർത്തിയായിരിക്കുന്ന ബാബയുടെ അല്ലെങ്കിൽ സ്വ ആത്മാവ് അങ്ങനെ തന്നെയാണല്ലോ, അകാലമൂർത്താണ്. അപ്പം അതിൻ്റെ സംസാരിക്കുന്ന ചലിക്കുന്ന രഥമാണിത്. സിഖ് ലോഗോ നെ ഫിർ വോ തക്ത് ബനാദിയ. അപ്പോൾ ബാബ പറഞ്ഞു തരുന്ന സിഖ് മതസ്ഥർ എന്ത് ചെയ്തു? പരമാത്മാവിൻ്റെ രൂപത്തിൽ അകാല സിംഹാസനത്തെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. അതിനെ അകാല സിംഹാസനം എന്നവർ വിളിക്കുകയും ചെയ്യും. ഏതോ അകാൽ തക്ത് സബ് ഹെ. അപ്പോൾ ബാബ പറഞ്ഞ ശരീരം എന്ന് നോക്കുമ്പോൾ ആത്മാവ് അക്കാലം മൂർത്താണ്. അപ്പം അക്കാലം മൂർത്തിൻ്റെ സിംഹാസനമാണല്ലോ. ആത്മാക്കളെല്ലാവരും അക്കാലമൂർത്തിയാകും.
ऊंचे ते ऊंच भगवान को ये रथ तो चाहिए ना, रथ में प्रवेश हो बैठ नॉलेज देता. അപ്പോൾ ബാപ്പണ് ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ ആരോ അവർക്ക് സാകാരത്തിൽ വരണമെങ്കിൽ ആവശ്യം എന്താണ്? ഒരു പ്രകൃതി, ഒരു രഥം ആവശ്യമാണ്. രഥമേ പ്രവേശ് ഹോ ബൈറ്റ് നോളജ് ദേത്ത. അപ്പോൾ നിരാകാരനായിരിക്കുന്ന ബാബ സാകാര രഥത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കുട്ടികൾക്ക് എന്ത് നൽകുകയാണ്? ജ്ഞാനം നൽകുകയാണ്. ബാബയെ നോളജ്ഫുൾ എന്ന് വിളിക്കാറുണ്ട്. രചിതോ രചനയ്ക്ക് ആദ്യം മധ്യാന്തയ്ക്ക് നോളജ് ദേത്ത. അപ്പോൾ ഉയർന്നതിലും ഉയർന്ന ബാബ വന്ന്, അതും സാകാരത്തിൽ വന്ന് നമ്മൾ കുട്ടികൾക്ക് എന്ത് ജ്ഞാനം നൽകുന്നു? രചയിതാവിനെ കുറിച്ചും രചനയുടെ ആദ്യ മധ്യാന്ത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം നൽകുകയാണ്. നോളജ്ഫുൾ का अर्थ कोई अंतर्यामी व जानी जाननहार नहीं. ഇനി ബാബ പറഞ്ഞ നോളജ്ഫുൾ എന്ന് വെച്ച് ബാബയ്ക്ക് അതൊരർത്ഥമല്ല. അതായത് ഭഗവാൻ അന്തർയാമിയാണ്, എല്ലാം അറിയുന്നവനാണെന്ന് ആ രൂപത്തിൽ അവരെടുക്കാറുണ്ട്. പക്ഷെ ബാബ പറഞ്ഞ അങ്ങനെയല്ല. സർവ്യാപി കാ അർത്ഥ ദൂസറാ ഹെ, ജാനി ജാനൻഹാർ കാ അർത്ഥ ദൂസറാ ഹെ. ബാബ പറഞ്ഞ പരമാത്മാവിനെ കുറിച്ച് അവർ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, ഭഗവാൻ സർവ്യാപിയാണ്, ജാനി ജാനൻഹാർ എല്ലാം അറിയുന്നവനാണ്. പക്ഷെ ബാബ പറഞ്ഞു തരുന്ന അതിൻ്റെ അർത്ഥങ്ങൾ തന്നെ വേറെയാണ്. മനുഷ്യത്വ സബ്കോ മിലാക്കർ ജോ ആത്ത സോ കർ ജാത്തെ. ബാബ പറഞ്ഞു ഇതൊന്നും അറിയാതെയാണ് മനുഷ്യർ, അവർക്ക് എന്ത് തോന്നുന്നോ ആ രീതിയിൽ ഭഗവാനെ കുറിച്ച് പറയാൻ തുടങ്ങി. अभी तुम बच्चे जानते हो हम सब ब्राह्मण ब्रह्मा की औलाद है, हमारा कुल सबसे ऊंच है. അപ്പോൾ ബാബ പറഞ്ഞു ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കറിയാം നമ്മളെല്ലാവരും ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളായിരിക്കുന്ന ബ്രാഹ്മണരാണ്. അതുകൊണ്ട് തന്നെ കൽപ്പത്തിലെ ഏറ്റവും ശ്രേഷ്ഠ കുലമാണ് നമ്മുടേത്. ഏത് കുലം? ബ്രാഹ്മണ കുലം. वो लोग देवताओं को ऊंच रखते हैं क्योंकि सत्युग आदि में देवताएं हुए. ബാബ പറഞ്ഞു തരുന്ന ഇതറിയാതെയാണ് ഭക്തർ ദേവതകളാണ് സർവശ്രേഷ്ഠർ എന്നുള്ള കണക്കിലാണ് വെച്ചിരിക്കുന്നത്. കാരണം അവരുള്ളത് എവിടെയാ? സത്യുഗാദിയിൽ. ശരിയാണ്, ആത്മാവ് പിന്നീട് ശരീരം സത്തോപ്രധാനായിരിക്കുന്നൊരവസ്ഥ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ദേവതകളെ തന്നെയാണ് സർവശ്രേഷ്ഠരായി വെച്ചിരിക്കുന്നത്. പ്രജാപിത ബ്രഹ്മാ കി ഔലാദ് ബ്രാഹ്മൺ ഹോത്തെ യേ കോയി ജാനത്തെ നഹി. ബാബ പറഞ്ഞു അവരറിയുന്നില്ലല്ലോ, നിങ്ങളുടെ പരിചയം അവർക്കില്ല. പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളാണ് ബ്രാഹ്മണർ എന്നുള്ള തിരിച്ചറിവ് അവർക്കൊന്നുമില്ല. ഉൻകോ പതാബി കൈസേ പടേ. ബാബൺ അവരെങ്ങനെ അറിയാനായത്? ജബ്കി ബ്രഹ്മാക്കോ സൂക്ഷ്മത്തന്മേ സമജ് ലേത്ത. കാരണം അവരുടെ ദൃഷ്ടിയിൽ ബ്രഹ്മാവ് എവിടെയാണ്? സൂക്ഷ്മവദനവാസിയാണ്. वो जिस्मानी ब्राह्मण अलग है जो पूजा करते दामा खाते, तुम तो दामा आदि नहीं खाते हो. ब्रह्मा का राज अभी अच्छी रीति समझाना पड़ता. അപ്പോൾ ബാബ പറഞ്ഞു തരുന്ന അവിടെയും ബ്രാഹ്മണരുണ്ട്, പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണർ അല്ലേ. അവർക്ക് അത്തരത്തിലുള്ള ശുദ്ധത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചില ബ്രാഹ്മണർക്ക്. പക്ഷെ ബാബ പറയണ ഇവിടെ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സേവനം ചെയ്യാറില്ല. ബ്രഹ്മാ കാ രാസ് ബി അഭി അച്ചി രീതി സംജാന പെടുത്ത. അതുകൊണ്ട് ബാബ പണി യഥാർത്ഥത്തിൽ ബ്രഹ്മാവ് ആരാണ്, ബ്രഹ്മാവിൻ്റെ റോള് വരുന്നത് എപ്പോഴാണ് അല്ലേ. അപ്പോൾ ബാപ്പണി ഈ എല്ലാ രഹസ്യങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. बोलो और बातों को छोड़ बाप जिसमें पतित से पावन बनना है पहले उनको तो याद करो. അതായത് ബാബ പറഞ്ഞു തരണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതായത് മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ജിസ്സെ ആരിലൂടെയാണോ നമ്മൾ പതീതത്തിൽ നിന്നും പാവനമാകേണ്ടത് അല്ലേ. ഒത്തിരി ഡൗട്ടുകളും ഒത്തിരി തർക്കങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരോട് പറയണം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ആരാണോ നമ്മളെ പതീതത്തിൽ നിന്നും പാവനമാക്കുന്നത് ആദ്യം അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഓർമ്മിക്കണം. ഫിരേ ബാത്തേ ബി സമജ് ജായേഗ. പിന്നീട് പതുക്കെ പതുക്കെ അവരെന്താകും? ബ്രഹ്മാവിൻ്റെ റോളിനെ കുറിച്ചും ബ്രഹ്മാവ് ആരാണെന്നതിനെ കുറിച്ച് ഇതൊക്കെ പതിയെ പതിയെ അവർ മനസ്സിലാക്കാൻ തുടങ്ങും. തൊടി ബാത്മേ സംശയം പഠനസെ ബാപ്കോ ഹി ചോട് ദേത്ത. ഒന്നും മനസ്സിലാകാതെ പോകുമ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ചെറിയൊരു കാര്യത്തിൽ സംശയം തോന്നിയാൽ തന്നെ അവർ ബാബയെ ഉപേക്ഷിച്ചു പോകും. പെഹിലെ മുഖ്യ ബാത്തേ അലഫ് ഔർ ബേ അല്ലേ. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ബാബ പെണ്ണു ഒന്ന് അച്ഛനെ മനസ്സിലാക്കണം, രണ്ടാമത്തത് സ്വത്തിനെ കുറിച്ചുള്ള പരിചയം വേണം. ബാബ എപ്പോഴും നമ്മളോട് പറയാറുള്ളത് എന്താ? മാമേക്കം യാത്കർ. എത്ര വിസ്താരത്തിൽ ബാബ ജ്ഞാനം കൊണ്ടുപോയാലും പിന്നെ സാരത്തിലേക്ക് ബാബ എന്താ പറയുക? എന്നെ മാത്രം ഓർമ്മിക്കും.
मैं ज़रूर किसमें तो आऊँगा ना, उनका नाम भी होना चाहिए ना. അപ്പോൾ ബാബ പറഞ്ഞിത്തരണ നിരാകാരനായിരിക്കുന്ന ഞാൻ, അതും പതീതരെ പാവനമാക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ശരീരത്തിൽ ഞാൻ വരുമല്ലോ, അത് ഉറപ്പ് തന്നെയാണ്. അപ്പം അവർക്ക് ഒരു നാമം ഉണ്ടാകും. ഉൻകോ ആക്കർ രച്ചിത്ത അല്ലേ. അപ്പോൾ ബാബ പറഞ്ഞ എനിക്ക് ഈ പ്രകൃതിയിൽ വരണമെങ്കിൽ, സാകാരത്തിൽ വരണമെങ്കിൽ ഒരു ശരീരത്തെ ഞാൻ ആധാരമാക്കിയേ മതിയാകും. കാരണം നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം നൽകി പതിതരിൽ നിന്ന് പാവനമാക്കാൻ വേണ്ടി ബാബ പറഞ്ഞ എനിക്ക് അങ്ങനെ ഒരു രഥം രചിക്കേണ്ടതായിട്ട് വരും. ബ്രഹ്മാക്കേലിയെ തുമക്കോ സംജാനേക്കാ ബോ തക്ലിച്ച്. അപ്പോൾ ബാബ പറഞ്ഞത് വളരെ രഹസ്യയുക്തമായതുകൊണ്ട് തന്നെ ബ്രഹ്മാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ബാബ പറഞ്ഞ വളരെയധികം ബുദ്ധി ആവശ്യമാണ്. പ്യാദേ ഗോഡെ സവാർ മൂഞ്ച് പടുത്തെ അവസ്ഥ അനുസർ സംജാത്തേ ഹേന. അപ്പോൾ ബാബ പറഞ്ഞ ഇത്രയും ഗുഹ്യമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങളുടെ അവസ്ഥയും കൂടി അത്തരത്തിലായിരിക്കാം. ബാബ പറഞ്ഞ കാലാൽ പടയാളികളോ അഥവാ കുതിരപ്പടയാളികളുടെ അവസ്ഥയിലിരിക്കുന്നവർ, അതായത് 2nd 3rd ഗ്രേഡിൽ നിൽക്കുന്നവർ, ബാപ്പന് ചിലപ്പോൾ അവർക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റാതാകും. കാരണം അവർക്ക് തന്നെ സ്വയം സംശയം ഉണ്ടാകും. അതുകൊണ്ടാണ് ബാപ്പന് നിങ്ങൾ ജ്ഞാനം ഉൾക്കൊള്ളുന്നതും നിങ്ങളുടെ അവസ്ഥ ഉണ്ടാകുന്നതെല്ലാം നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ചാണ്. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നതും കൂടി എങ്ങനെയായിരിക്കും? നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും. प्रजापित ब्रह्मा तो यहाँ है, ब्राह्मणों द्वारा ज्ञान यज्ञ रचते, तो जरूर ब्राह्मण ही चाहिए ना. ഇപ്പോൾ പ്രജാപിത ബ്രഹ്മാവ് സാകാരത്തിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ബാബ ബ്രഹ്മാവിൽ കൂടിയാണ് ബ്രാഹ്മണരെ രചിക്കുകയും ബ്രാഹ്മണരിലൂടെ എന്ത് ചെയ്യുന്നു? ജ്ഞാനയജ്ഞത്തിൻ്റെ രചന ചെയ്യുകയാണ്. അപ്പോൾ ബാബ പറഞ്ഞ് തീർച്ചയായിട്ടും സാകാരത്തിൽ ബ്രഹ്മാവും ഉണ്ടാകണം, ബ്രാഹ്മണരും ഉണ്ടാകണം. प्रजापिता ब्रह्मा भी यहाँ चाहिए जिससे ब्राह्मण हो. ब्राह्मण लोग कहते भी कि हम ब्रह्मा की संतान है. അപ്പോൾ ബാപ്പന് പ്രജാപിത ബ്രഹ്മ സാകാരത്തിൽ ഉണ്ടാകുമ്പോഴല്ലേ അവരിലൂടെ ബ്രാഹ്മണരുടെ രചന ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ബ്രാഹ്മണർ, ലൗകിക ബ്രാഹ്മണരും കൂടി പറയുന്നത് എന്താ, അവകാശപ്പെടുന്നത് എന്താ, അവരും ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ എന്നാണ്. സമസ്തേ പരമ്പരാസെ ഹമാരാ കുൽ ചലാ ആത്ത പരന്തു ബ്രഹ്മ കബ് താ വോ പതാ നഹി. അവരുടെ വിശ്വാസം അങ്ങനെയാണ്, പരമ്പരാഗതമായിട്ട് ഈ ഒരു ബ്രാഹ്മണരുടെ ജന്മം ഉണ്ടാവുകയാണ്, അഥവാ ആ കുലം അങ്ങനെ അതുപോലെ തന്നെ നടന്നു വരികയാണ് എന്നുള്ളത്. പരന്തു പക്ഷെ അവർക്കറിയില്ല ബ്രഹ്മാവ് എപ്പോഴാണ് ഉണ്ടായത്. അഭിത്തും ബ്രാഹ്മൺ ഹോ. ബാബ വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്താണ്, ഇപ്പോൾ നമ്മൾ ആരായിരിക്കുകയാണ്? ബ്രാഹ്മണരായിരിക്കുകയാണ്. ബ്രാഹ്മൺ വോ ജോ ബ്രഹ്മാക്കി സന്താൻ ഹോ. ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ ആരോ അവരെയാണ് എന്ത് പറയുക? ब्राह्मणन. वो तो बाप के ऑक्यूपेशन को जानते ही नहीं. भारत में पहले ब्राह्मण ही होते, ब्राह्मणों का ही ऊंचेते ऊंचा कुल. അപ്പോൾ ബാബ പറയുന്ന മറ്റുള്ള ബ്രാഹ്മണർക്ക് അച്ഛനായിരിക്കുന്ന പരമാത്മാവിൻ്റെ കർത്തവ്യത്തെക്കുറിച്ചൊന്നും അവർക്ക് അറിയുകയില്ല. ഭാരതത്തിൽ തുടക്കത്തിൽ ബാപ്പന് ബ്രാഹ്മണർ തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ട് ബ്രാഹ്മണ കുലം സർവശ്രേഷ്ഠെന്ന് പറയും. वो ब्राह्मण भी समझते हमारा कुल जरूर ब्रह्मा से ही निकला होगा. ലൗകികത്തിലും ബ്രാഹ്മണർക്ക് ആ ഒരു അറിവുണ്ട്, അതായത് ബ്രഹ്മാവിൽ നിന്നാണ് ഈ ബ്രാഹ്മണ വംശം അല്ലെങ്കിൽ ബ്രാഹ്മണ കുലം ഉണ്ടായതെന്ന്. പക്ഷേ അത് എപ്പോഴാണ് എങ്ങനെയാണെന്നതിനെ കുറിച്ചൊന്നും അവർക്ക് വർണ്ണിക്കാനോ അതോ അതിനെ ബോധ്യപ്പെടുത്താനോ സാധ്യമല്ല. തും സമസ്തേ ഹോ പ്രജാപിത ബ്രഹ്മാ ഹി ബ്രാഹ്മണോ കോ രചത്തെ. അപ്പോൾ ബാബ പറഞ്ഞ ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കറിയാം പ്രജാപിത ബ്രഹ്മാവിലൂടെയാണ് ശുഭാബ എന്ത് ചെയ്യുന്നത്? ബ്രാഹ്മണരുടെ രചന ചെയ്യുന്നത്. ജിൻ ബ്രാഹ്മണോ കോ ഹി ഫിർ ദേവത ബന്ന അല്ലേ നള്ളിമദജി. നമ്മൾ ബ്രാഹ്മണർ തന്നെ പിന്നീട് എന്തായി മാറണം? ദേവതകളാകണം. ബ്രാഹ്മണോ കോ ആക്ക് ബാപ്പ് പഠാത്തെ ബ്രാഹ്മണോ കി ബി ഡൈനാസ്റ്റി നഹി ഹെ. അപ്പോൾ ബാബ പറഞ്ഞ ഈ ഒരു സമയത്ത് ബാബ വന്ന് നമ്മൾ ബ്രാഹ്മണരെയാണ് പഠിപ്പിക്കുന്നത്. എന്നാലോ ബ്രാഹ്മണർക്ക് രാജ്യവംശമോ രാജ്യാധികാരമോ ഉണ്ടാകുന്നില്ല. ബ്രാഹ്മണോ കാ കുൽ ഹെ. അതുകൊണ്ട് പറയുന്നു ബ്രാഹ്മണരുടെ കുലം ഉണ്ടാകും, എന്നാൽ രാജധാനി ഉണ്ടാകുന്നില്ല. ഡൈനസ്റ്റി തബ് കഹാ ജായേ ജബ് രാജാ റാണി ബനെ അല്ലേ. ബ്രാഹ്മണർക്കിടയിൽ രാജാ റാണി ഇല്ലല്ലോ. അപ്പോൾ ബാപ്പണ് രാജാറാണി ഉണ്ടാകുമ്പോഴേ അതിനെന്ത് പറയുള്ളൂ? രാജവംശമെന്നോ അതൊരു രാജധാനി എന്നോ പറയാൻ പറ്റുകയുള്ളൂ. ഏതുപോലെ സൂര്യവംശി ഡൈനാസ്റ്റി ഉണ്ടല്ലോ അതുപോലെ. തും ബ്രാഹ്മണോമേ രാജത്വ ബൻതി ഹി നഹി. എന്നാൽ ഇവിടെ ബ്രാഹ്മണ കുലത്തിൽ ആരില്ല? ബ്രാഹ്മണരുടെ രാജാവ് എന്ന് പറയാനില്ല.
वो जो कहते हैं कौरव और पांडवों का राज्य था, दोनों रॉन्ग है. രാജായിത്തെ ദോനോക്കോ നഹി. ബാബ പറയുന്ന കഥയിൽ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? പാണ്ഡവർക്കും കൗരവർക്കും രാജ്യമുണ്ടായിരുന്നു എന്ന്. ബാബണ് ഇത് രണ്ടും തെറ്റാണ്. കാരണം ബാബ പറയുന്ന ഇരുവർക്കും രാജ്യമുണ്ടായിരുന്നില്ല. പ്രജാ കാ പ്രജാ പർ രാജ്യേ ഉൻകോ രാജധാനി നഹി കഹേംഗെ, താജ് ഹൈ ഹി നഹി. ബാബ പറയുന്ന കൗരവ പാണ്ഡവർ ഉണ്ടാകുന്നപ്പോൾ ഈ സമയത്താണ്. അപ്പം ഇപ്പം നടക്കുന്ന രാജ്യം എങ്ങനെയാ? പ്രജാരാജ്യമാണ്. അതുകൊണ്ട് ബാബ പറയുന്ന രണ്ടു പേർക്കും രാജധാനി ഉണ്ടാകുന്നില്ല, രാജ്യഭരണവും ഇല്ല, രാജ്യാധികാരവും ഇല്ല. ഇനി ബാബ പറഞ്ഞ അവർക്ക് കിരീടവുമില്ല. ബാബാനെ സംജായ താ പെഹ്ലെ ഡബിൾ സിർതാജ് ഭാരത് മേ തേ ഫിർ സിംഗിൾ താജ്. ഇനി ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. സൃഷ്ടികാല ചക്രത്തിൽ ആദിയിൽ ഡബിൾ കിരീടധാരികളായിരുന്ന രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. പിന്നെ കാലക്രമേണ എന്തായി? ദ്വാപരയുഗം മുതൽ കേവലം സിംഗിൾ കിരീടധാരികളായി മാറി. എന്നാൽ ഇപ്പോഴോ ബാബ പറഞ്ഞ കലിയുഗത്തിലേക്ക് എത്തുമ്പോൾ എന്തായി? നോ താജ്. ബാബ പറഞ്ഞ ആർക്കും എന്തില്ല? കിരീടമില്ല. ये भी अच्छी रीति सिद्ध कर बताना. जो बिल्कुल अच्छी धारणा वाला होगा वो अच्छी रीति समझा सकेगा. ഇപ്പോൾ ബാബ പറഞ്ഞ ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമാക്കി തെളിയിച്ചു പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എന്നാൽ ബാപ്പൺ ആരാണോ ഈ ജ്ഞാനമൊക്കെ നല്ല രീതിയിൽ തൻ്റെ ജീവിതത്തിൽ ധാരണ ചെയ്തിരിക്കുന്നത് അവർക്ക് മാത്രമേ ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കൂ. ബ്രഹ്മ पर ही जास्ती बात समझाने की होती, വിഷ്ണു को भी नहीं जानते. അപ്പോൾ ബാപ്പൺ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായി വരുന്നത് ഏത് കാര്യത്തെയാണ്? ബ്രഹ്മാവിനെ കുറിച്ച്, അല്ലേ? ബാബ പറഞ്ഞ വിഷ്ണുവിനെ കുറിച്ച് അവർക്ക് അറിയുകയില്ല. യേ ബി സംജാന ഹോത്ത. അപ്പോൾ ബാപ്പൺ ഇതൊക്കെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. വൈകുണ്ഠ കോ വിഷ്ണുപുരി കഹാ ജാത്ത, അർത്ഥാത് ലക്ഷ്മി നാരായൺ കാ രാജ്യത. അപ്പോൾ ബാബ പറഞ്ഞ വൈകുണ്ഠത്തെ വിഷ്ണുപുരി എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ശ്രീ ലക്ഷ്മി നാരായണൻ്റെ രാജ്യം ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണ പ്രിൻസ് ഹോഗ തോ കഹേംഗെ ന ഹമാരാ ബാബ രാജാ ഹെ. ബാബ പറഞ്ഞ ശ്രീകൃഷ്ണൻ രാജകുമാരനായിരിക്കും. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്തു പറയും? എൻ്റെ അച്ഛൻ രാജാവെന്ന് പറയും. ഐസനേക്ക് ശ്രീകൃഷ്ണ കാ ബാപ്പ് രാജാ നഹീ ഹോ സക്ത. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ. ശ്രീകൃഷ്ണ രാജകുമാരനാകണമെങ്കിൽ അച്ഛൻ ആരായിരിക്കണം? രാജാവ് തന്നെ ആയിരിക്കണം. ശ്രീകൃഷ്ണ പ്രിൻസ് कहलाया जाता तो जरूर राजा के पास जन्म हुआ है. ശ്രീകൃഷ്ണൻ രാജകുമാരൻ എന്നറിയപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ജന്മവും രാജാവിൻ്റെ അടുത്തായിരിക്കും. സൗക്കാർ പാസ് ജന്മലേ തോ പ്രിൻസ് തോടെ ഹി कहलाएगा. ധനസമ്പന്നൻ്റെ അടുത്ത് പോയി ജന്മെടുത്തത് കൊണ്ടൊരിക്കലും രാജകുമാരനെന്ന് വിളിക്കപ്പെടില്ലല്ലോ. രാജാ കെ പദ് ഔർ സൗക്കാർ കെ പദ് മേ രാത് ദിൻ കാ ഫറക് ഹോ ജാത്ത. രാജ്യപദവിക്കും, അതായത് രാജാവ് എന്ന പദവിക്കും പിന്നീട് ധനവാൻ എന്ന പദവിക്ക് എന്തുണ്ട്? അജഗജാന്തര വ്യത്യാസമുണ്ട്. രാവും പകലിൻ്റെ അന്തരമുണ്ട്. ശ്രീകൃഷ്ണയ്ക്ക് ബാപ്പ് രാജാക്കാ നാം ഹി നഹി. ബാബ പറഞ്ഞ ശ്രീകൃഷ്ണൻ്റെ അച്ഛനാരാണോ അച്ഛൻ രാജാവ്, അവരുടെ പേരെവിടെയും അങ്ങനെ പറയുന്നില്ല, അല്ലേ? അപ്പോൾ അവിടെ പറയുന്നത് എന്താ? വസുദേവനും ദേവകിയെക്കുറിച്ചാണ് പറയുന്നത്. ശ്രീകൃഷ്ണക്ക് കിത്തനാ നാം ബാല. ബാബ പറഞ്ഞ് അച്ഛനേക്കാളും വളരെയധികം പ്രസിദ്ധി ആർജിച്ചത് ആരുടെ പേരാ? ശ്രീകൃഷ്ണൻ്റെ. ബാപ്ക ഊഞ്ച് പദ നഹി കഹേഗ. അത്രത്തോളം ഉയർന്ന പദവി ആയിരുന്നില്ല ആരുടേത്? അച്ഛൻ്റേത്. वो सेकेंड क्लास का पद है जो सिर्फ निमित्त बनते. അപ്പോൾ ബാബ പറഞ്ഞ ശ്രീകൃഷ്ണന് ജന്മം കൊടുക്കുന്ന ആ അച്ഛൻ്റെ പദവി ബാബ പറഞ്ഞ് കുറയുന്നതായിരിക്കും. ശ്രീകൃഷ്ണനേക്കാളും സെക്കൻഡ് നമ്പറിലേക്കാണ് വരുന്നത്. പക്ഷേ കേവലം അവർ ശ്രീകൃഷ്ണന് ജന്മം നൽകാൻ വേണ്ടി എന്തായിരിക്കുന്നു? നിമിത്തമായിരിക്കുന്നു. ഐസനഹി ശ്രീകൃഷ്ണക്ക് ആത്മാസെ ഊഞ്ച് പടാ ഹുവാ ഹെ നഹി. ശ്രീകൃഷ്ണൻ്റെ ആത്മാവിനേക്കാളും അവർ വളരെ ഉയരത്തിൽ പഠിച്ചവരാണ് ഇല്ല. ആരെക്കുറിച്ചാണ് പറയുന്നത്? ശ്രീകൃഷ്ണൻ്റെ അച്ഛനെക്കുറിച്ച്, അല്ലേ? ശ്രീകൃഷ്ണ ഹി സോഫിർ നാരായൺ ബൻത. അപ്പോൾ ബാപ്പണ് ശ്രീകൃഷ്ണൻ തന്നെയാണ്, പിന്നീട് ആരായി മാറും? നാരായൺ. ബാക്കി ബാപ്ക നാം ഹി ഗും ഹോ ജാത്ത. അതുകൊണ്ട് അവിടെ അച്ഛൻ്റെ പേരാരും വെളിപ്പെടുത്തുന്നുമില്ല, ആരും അതിനെ മഹിമ പാടാറുമില്ല. ഹേ സറൂർ ബ്രാഹ്മൺ. ഒരു കാര്യം ഉറപ്പാണ്, അച്ഛൻ രാജാവാരോ അവർ ബ്രാഹ്മണനായിരിക്കും. പരന്തു പടായ്മ ശ്രീകൃഷ്ണ സേ കം. പക്ഷെ അവരുടെ പദവി കുറയാൻ കാരണം എന്താ? പറഞ്ഞ അത്രയും പ്രശസ്തി ഉണ്ടാകുന്നില്ലല്ലോ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പഠിത്തത്തിൽ ശ്രീകൃഷ്ണനേക്കാളും കുറവാണ്. श्रीकृष्ण के आत्मा की पढ़ाई अपने बाप से ऊंची थी, तब तो इतना नाम होता.
ശ്രീകൃഷ്ണൻ്റെ ആത്മാവ് സംഗമയുഗത്തിൽ പഠിക്കുന്ന പഠിപ്പ് തൻ്റെ അച്ഛനേക്കാളും എന്തായിരുന്നു, ഉയരത്തിലായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണന് പേരുണ്ട്, പക്ഷെ അച്ഛൻ അത്ര പ്രസിദ്ധിയില്ല. ശ്രീകൃഷ്ണ കാ ബാബ് കോൺ താ ഏ ജൈസേ കിസ്കോ പത്താ നഹി. ഇപ്പോഴും ബാബപ്പണ് ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് ആർക്കും അറിയില്ല. ആകെ എന്തിന് ഇന്ന് ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ഈ കുട്ടികളോട് ചോദിക്കല്ലോ ചോദ്യം, എന്താണ് കേരളത്തിലെ CM ആരാന്ന് ചോദിച്ചിട്ട് പോലും കുട്ടിക്ക് അറിയുന്നില്ല. അതാരാ അറിയില്ല. അതേപോലെ ഭാരതത്തിൻ്റെ പ്രസിഡൻ്റ് അറിയില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറില്ല എന്ന് പറയും. അപ്പോൾ അതേ അറിയാത്ത കുട്ടികളുണ്ട്. ഇനി കൃഷ്ണൻ്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ അറിയും അല്ലേ മാതാജി? കൃഷ്ണൻ്റെ അച്ഛൻ ആരാ? ഇപ്പോൾ ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ശ്രീകൃഷ്ണനോളം പഠിത്തത്തിൽ മുന്നിട്ട് നിൽക്കാറില്ല ആര്? ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ. ബാബ പറഞ്ഞു തരണം. ഇപ്പം അത് വെളിപ്പെടുത്തിയിട്ടുമില്ല. ആകേച്ചൽ മാലും പടേക. ഇനി അത് തികഞ്ഞു പോകണ്ടാണ്. ഇപ്പോൾ പലരും പറയുന്നില്ല കൃഷ്ണൻ്റെ ജന്മം ഉണ്ടാകും, കൃഷ്ണൻ്റെ ജന്മം ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ട്. ബാബ ഇനി വെളിപ്പെടുത്തിയിട്ടേ ഇല്ല അത്. ബാബ പണി ഇനി മുന്നോട്ട് ഞാനിതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബന്നാ തോ യഹാ സേ ഹി ഹെ, രാധേ കി ബി മാ ബാപ് തോ ഹോങ്കേ ന. അപ്പോൾ ബാബ പറഞ്ഞ് എല്ലാവരും തയ്യാറാകേണ്ടത് എവിടുന്ന? ഇപ്പോഴാണ്, ഇവിടുന്നാണ്. സംഗമയുഗത്തുനിന്ന് തന്നെ ഇതൊക്കെ തയ്യാറാകണം. കൃഷ്ണൻ്റെ ആത്മാവ് റെഡിയാകുന്നതാണെങ്കിൽ, കൃഷ്ണന് ജന്മം കൊടുക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ എവിടെ റെഡിയാകണം? ഇവിടെ. അതുകൊണ്ട് ബാബ പറഞ്ഞ രാധയ്ക്ക് ജന്മം നൽകുന്ന മാതാപിതാവും കൂടി റെഡിയാകേണ്ടത് ഇവിടെ നിന്ന് തന്നെ. परंतु उनसे राधे का नाम जास्ती है क्योंकि माँ बाप कम पढ़े हुए അല്ലേ? ശ്രീരാധയ്ക്ക് പേരുണ്ടെങ്കിലും അച്ഛനമ്മ ആരാണെന്നുള്ളത് ആർക്കും അറിയുകയില്ല. കാരണം അവർ പഠിത്തത്തിൽ കുറവായിരിക്കും. राधे का नाम उनसे ऊंचा हो जाता, यह है डीटेल की बात बच्चों को समझाने के लिए. ഇതൊക്കെ ബാബ മക്കളുടെ അറിവിന് വേണ്ടിയിട്ട് വിസ്താരത്തിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരികയാണ്. ഇല്ലെങ്കിൽ കുട്ടികൾ അവരവരുടെ ബുദ്ധിക്ക് പണ്ടാരോ പറഞ്ഞതുപോലെ ഇവരിലാണ് എന്താ കൃഷ്ണൻ ജന്മം എടുക്കുക, ഇവരിലാണ് കൃഷ്ണൻ ജന്മം, ഇവരാണ് നിശ്ചയിക്കുന്നത്. ബാബ സ്വയം ഇരുന്നിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. വിസ്താരത്തിൽ ബാബ മക്കളുടെ അറിവിന് വേണ്ടി പറഞ്ഞു തരികയാണ്. സാരാമദാർ പടായി പർ. ശ്രദ്ധിക്കേണ്ടത് ഏത് കാര്യത്തിലാണ്? പഠിത്തത്തിലാണ്. ബ്രഹ്മ पर भी समझाने का अक्ल चाहिए. वही श्री कृष्ण जो है उनकी आत्मा ही 84 जन्म भोगती है. तुम भी 84 जन्म लेते. ഇനി ബാപ്പുടെ ബ്രഹ്മാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്ക് നല്ല ബുദ്ധി വേണം, വിവേകം ഉണ്ടായിരിക്കണം. കാരണം ശ്രീകൃഷ്ണൻ്റെ ആത്മാവ് ആരോ അവർ തന്നെയാണ് 84 ജന്മം എടുത്ത് 84 ജന്മം ഭോഗിച്ച് വരുന്നത്. അതേപോലെ ബാപ്പുണ് നിങ്ങൾ ആത്മാക്കൾ 84 ജന്മം എടുക്കുന്നു. സബ് ഇക്കട്ടെ തുനഹി ജായേഗാന. എല്ലാവരും ഒരുമിച്ചൊന്നും വേദിയിലേക്ക് വരില്ല. ജോ പഠായ്മേ പെഹലെ പെഹലെ ഹോത്തെ വഹാ ഹി വോ പെഹലെ ആയേഗ. അപ്പോൾ പഠിത്തത്തിൽ ആരാണോ മുൻനിരയിൽ നിൽക്കുന്നത് അവർ തന്നെയാണ് സത്യുഗത്തിൻ്റെ ആദിയിലും അവർ തന്നെയാണ് വരിക. എന്നാലും ബാബപ്പണ നമ്പർ വാർ ആയിരിക്കുമല്ലോ. യെ ബഡി മഹീൻ ബാത്തേ ഹേ കം ബുദ്ധി വാലേ തോ ധാരൺ കർ നാ സക്കെ. അതുകൊണ്ട് ബാബപ്പണ ഇതൊക്കെ വളരെ സൂക്ഷ്മമായിരിക്കുന്ന കാര്യങ്ങളാണ്. ബാബപ്പണ ചുരുങ്ങിയ ബുദ്ധിയുള്ളവർക്ക് ഇത് അത്ര ധാരണയിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ബാബപ്പണ എല്ലാം ക്രമസംഖ്യ പ്രകാരമാണ്. തും ട്രാൻസ്ഫർ ഹോത്തി ഹോ നമ്പർ വാർ. ഇനി ഓരോരുത്തർ പാസ്സാകുന്നത് എങ്ങനെയാണ്? അവരവരെത്ര പഠിക്കുന്നു എന്ന് വെച്ചാൽ ധാരണ ചെയ്യുന്നു, അതിനനുസരിച്ച് ട്രാൻസ്ഫർ ആവുകയുള്ളൂ. കിത്തനെ ബഡി ക്യൂ ഹേ ജോ പിച്ചാടി മേ ജായേഗി. ബാബപ്പണ നീണ്ട നിരയായിരിക്കും ഇങ്ങനെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ പുറകിൽ. അപ്പോൾ ബാബ പറഞ്ഞു തരാൻ അവസാനെത്തുന്നവരും ഉണ്ട്. നമ്പർ വാർ അപ്പനെ അപ്പനെ സ്ഥാൻ പർ ജാക്ക നിവാസ് കരേക. അപ്പോൾ തിരിച്ചു പോകുമ്പോഴങ്ങനെയല്ലേ, പഠിത്തത്തിനനുസരിച്ച് പാസ്സാകും. അതിനനുസരിച്ച് ബാബ പറയുന്ന പരണ്ടാമത്തിൽ അവരവരുടെ സ്ഥാനത്ത് നമ്പർ വാറായി പോയിരിക്കും. സബ്കാ സ്ഥാൻ ബനാ ഹുവ. ബാബ പറഞ്ഞ പരണ്ടാമത്തിൽ എല്ലാവരുടെ സീറ്റും ഫിക്സാണ്. യ ബഡ വണ്ടർഫുൾ കേൽ ഹെ. എൻ്റെ ബാബ പറഞ്ഞു തരണം ഇതൊക്കെ വളരെ അത്ഭുതകരമായ ഒരു കളിയാണ്. പരന്തു കോയി സമസ്തേ നഹി. പക്ഷെ ബാപ്പണ്ണ ആരിതിനെപ്പറ്റി മനസ്സിലാക്കുന്നില്ലല്ലോ. നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ രഹസ്യങ്ങൾ എത്ര അത്ഭുതകരമാണെന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. ഇൻകോ കഹാ ജാത്ത കാണ്ടോം കാ ജംഗൽ യഹാ സബ് ഏക് ദോക്കോ ദുഃഖ് ദേത്തേ രഹത്തെ. ബാബ പറഞ്ഞു തരണം ഇന്ന് ഈ ലോകം എന്തായി മാറിയിരിക്കുകയാണ്? മുള്ളുകളുടെ കാടായി മാറി. അപ്പോൾ ബാപ്പണ ഇവിടെ പരസ്പരം ദുഃഖം നൽകിക്കൊണ്ടേയിരിക്കും. വഹാത്തോ നാച്ചുറൽ സുഖ്.
സത്യുഗത്രേതായുഗത്തിൽ എങ്ങനെയായിരുന്നു? ബാപ്പുവിൻ്റെ നാച്ചുറൽ സുഖം. ഇവിടെയാണെങ്കിലോ എല്ലാം ആർട്ടിഫിഷ്യൽ സുഖം ഉണ്ടാക്കണം. റിയൽ സുഖി ബാപ്പ് ഹി ദേനെ വാല. അതുകൊണ്ട് ബാപ്പുവിന് യഥാർത്ഥമായിരിക്കുന്ന സുഖം നൽകുന്നവനാരാ? ഒരേ ഒരു ബാബ. യഹാ ഹേ കാകവിഷ്ട് കെ സമാൻ സുഖ്. ഇവിടുത്തെ സുഖം എന്താണ്? നിമിഷികം മാത്രമാണ് അല്ലേ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് വിചാരിക്കുക, അത്ര മാത്രം. ദിൻ പ്രതിദിൻ തമോപ്രധാൻ ബൻതേ ജാതി കിത്തന ദുഃഖ്. ഓരോ ദിവസം പോകുന്തോറും നമ്മൾ എന്തായിക്കൊണ്ടിരിക്കുകയാണ്? തമോപ്രധാനത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ബാപ്പന് എന്തുമാത്രം ദുഃഖമുണ്ട്? കേത്തേ ബാബ മായാക്കെ തൂഫാൻ ബഹുത് താത്തി. എന്നിട്ട് ബാബയോട് പറയും, ബാബ മായയുടെ തൂഫാൻ കൊടുങ്കാറ്റ് എത്രമാത്രം വീശുന്നു. മായ ഉൽജാ ദേത്തി ഹേ, ദുഃഖ की फीलिंग बहुत आती है. सुखदाता बाप के बच्चे बनकर भी अगर दुख की फीलिंग आती तो बाबा कहते बच्चे ये तुम्हारा बड़ा कर्म भोग. അപ്പോൾ ബാബ പറഞ്ഞു തരണം, മായ നമ്മളിലേക്ക് വരും അല്ലേ? മായയുടെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ പല കാര്യത്തിലും നമ്മൾ എന്താകും? കുഴഞ്ഞു മറിഞ്ഞു പോവും. ഏതാ സത്യം എന്താ ഒന്നും അറിയാത്തൊരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ദുഃഖത്തിൻ്റെ ഫീലിങ്സിലേക്ക് വരും. അപ്പോൾ ബാബ പറയാണ്, സുഖദാതാവിൻ്റെ മക്കളായിരുന്ന നിങ്ങൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ദുഃഖത്തിൻ്റെ ഫീലിങ്സ് ഉണ്ടാകുന്നു എങ്കിൽ, അത്തരത്തിൽ ദുഃഖം അനുഭവപ്പെടുന്നു എങ്കിൽ ബാബ എന്താ പറയുക? കേട്ടോ നള്ളി മാതാജി എന്നാ പറയുന്ന ബാബ? ബാബപ്പണ് സുഖദാതാവാണ് നിങ്ങളുടെ അച്ഛൻ. എന്നിട്ട് ബാബപ്പണ് നിങ്ങൾക്ക് ദുഃഖത്തിൻ്റെ ഫീലിംഗ് ഉണ്ടാകുന്നു എങ്കിൽ ബാബ എന്താ പറയുക? ബാബപ്പണ് തുമാരാ ബടാ കർമ്മഭോഗ് അല്ലേ? ബാബയുടെ മടിത്തട്ടിൽ വന്നിട്ട് നമുക്ക് ദുഃഖം ഫീലാകുന്നു എങ്കിൽ ബാബപ്പണ് ഇത് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ കർമ്മഭോഗമാണ്. ജബ് ബാപ്പ് മിലാത്തോ ദുഃഖ ഫീലിംഗ് നഹി ആനി ചാഹിയേ ന. സ്വയം സുഖദാതാവായിരിക്കുന്ന അച്ഛൻ ലഭിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരിക്കലും എന്താ അനുഭവപ്പെടരുത്? ദുഃഖം ഒരിക്കലും അനുഭവപ്പെടരുത്. ജോ പുരാനി കർമ്മഭോഗേ ഉസെ യോഗ് ബൽ സെ ചുക്ത് കറും. അതുകൊണ്ട് ബാബ പറഞ്ഞ പഴയ എന്തെല്ലാം കർമ്മഭോഗങ്ങളുണ്ട് അതൊക്കെ യോഗശക്തിയിലൂടെ എന്ത് ചെയ്യണം? തീർക്കണം. അഗർ യോഗബൽ നഹി ഹോഗാ തോ മോച്ഛ കാക്കർ ചുക്തു കർണാ പടേഗ. ബാബ പറഞ്ഞ യോഗബല ഇല്ല എങ്കിൽ ശിക്ഷ അനുഭവിച്ചെങ്കിലും അത് നമ്മൾ തീർക്കണം. അതായത് അനുഭവിച്ച് തന്നെ തീർക്കണം. മോച്ഛ और മാനി തോ അച്ഛാ നഹി, സജാ കാക്ക കം പദപ്പാന അച്ഛാ നഹി. അതുകൊണ്ട് ബാബ പറയാണ്, ശിക്ഷ ലഭിച്ചു ഒരു തുണ്ട് റൊട്ടി കഴിക്കാം. ബാപ്പണ് കുറേ അധ്വാനിച്ചു ഒരു ചെറിയ പീസ് റൊട്ടിക്ക് വേണ്ടിയിട്ടാണോ? ഇല്ല. അതുകൊണ്ട് ബാബ പറഞ്ഞ ഒരുപാട് ശിക്ഷ അനുഭവിച്ച് മിച്ചം വരുന്നതിൽ ചെറിയൊരു പദവി കിട്ടുക. ബാപ്പണ് അതിലെന്താണ് നല്ലത്? അതിലെന്താ ഉള്ളത്? പുരുഷാത് കർണ ചാഹിയേ നഹി തോഫി ട്രിബ്യൂണൽ ബൈറ്റ്. അതുകൊണ്ട് ബാബ പറഞ്ഞ് ഓരോ കാര്യത്തെക്കുറിച്ച് ബാബ പറഞ്ഞു തരുന്നുണ്ട്. അതിനനുസരിച്ച് പുരുഷാർത്ഥം ചെയ്യും. ഇല്ല എങ്കിൽ എന്താകും? അവസാനം ധർമ്മരാജാവിൻ്റെ മുന്നിൽ പോകണം. പ്രജാത്തോ ഡേർ ഹേ. ബാപ്പണ് പ്രജകൾ ധാരാളം പേരാകും. ഏതോ ഡ്രാമാനുസാർ സബ് കർമ്മ ഗർഭ ജയിൽ മേ ബോധ് സജായേ കാത്തേ. ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഡ്രാമ അനുസരിച്ച് കൂടുതൽ ശിക്ഷ എവിടെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗർഭജയിലിൽ. ആത്മായെ ഭടക്തി ബി ബഹുത് ഹേ. कोई कोई आत्मा बहुत नुकसान करती. जब कोई में अशुद्ध आत्मा का प्रवेश होता तो कितना हैरान होता. ഇപ്പോൾ ബാബ പറഞ്ഞ ശരീരം കിട്ടാതെ ദേഹം കിട്ടാതെ ആത്മാക്കൾ അളിയുന്നവർ ധാരാളം ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള ആത്മാക്കൾ ചിലതൊക്കെ സാത്വികരുണ്ടാകും, സൈലൻ്റ് ആയിട്ടിരിക്കും. ചില ആത്മാക്കൾ വളരെയധികം ബുദ്ധിമുട്ടിക്കും. നൈ ദുനിയാമേ ബാത്തേ ഹോത്തി നഹി. അങ്ങനെ അത്തരത്തിലുള്ള അശുദ്ധാത്മാക്കൾ എന്ന് പറയാൻ കാരണം ഇച്ഛകൾ വെച്ച് മരിക്കുന്നവരുണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു ഇച്ഛപൂർത്തിക്ക് വേണ്ടിയിട്ട് മറ്റൊരു ദേഹത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ബാബ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുതിയ ലോകത്തിൽ ഉണ്ടാവില്ല. അബീത്തും പുരുഷാർത്ത് കർത്തേ ഹോ ഹം നയി ദുനിയാമേ ജായേ. ഇപ്പോൾ നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നത് എവിടത്തേക്ക് പോകാനാണ്? പുതിയ ലോകത്തിലേക്ക്. വഹാ ജാക്കർ നയെ നയെ മെഹൽ ബനാന പടേഗ. രാജോ കെ പാസ് ജന്മ ലേത്തെ ഹോ ജैसे ശ്രീകൃഷ്ണ ജന്മ ലേത്തെ. ബാബ പറഞ്ഞ അവിടെ നിങ്ങൾ പോയി നിങ്ങൾക്കുള്ള പുതിയ പുതിയ കൊട്ടാരങ്ങളൊക്കെ പണിയണം. അപ്പോൾ ബാബ പറഞ്ഞ രാജാക്കന്മാരുടെ അടുത്ത് ജന്മം എടുക്കുന്നത് പോലെ ഏതുപോലെ ജന്മം എടുക്കുന്നു? ശ്രീകൃഷ്ണൻ്റെ ജന്മം ഉണ്ടാകുന്നു. അതുപോലെ ബാപ്പണ് നിങ്ങളുടെ ജന്മം ഉണ്ടാകും. പരന്തു ഇത്തനെ മെഹൽ ആദി സബ് പെഹലെ സെ തോടെ ഹി ഹോത്ത. കുറേ പേര് വരുമല്ലോ പിന്നീട് രാജാക്കന്മാരായിട്ട്. അപ്പോൾ ബാബ പറഞ്ഞ നിങ്ങൾക്ക് ഇത്രയധികം കൊട്ടാരങ്ങളൊന്നും തുടക്കത്തിൽ ഉണ്ടാവില്ല. ഓ തോ ഫിർ ബനാന പടേ. അവിടെ പോയിട്ട് നമ്മൾ എന്ത് വേണം?
ഇപ്പോഴേ പ്ലാൻ ഉണ്ടാക്കി വെച്ചാലോ? അപ്പോൾ ബാബപ്പണ് നിങ്ങൾക്കുള്ളത് അവിടെ പോയിട്ട് വേണം എന്താകാൻ, പണയാൻ വേണ്ടിയിട്ട് അല്ലേ. कौन रचते जिनके पास जन्म लेते गाया हुआ हबिया है राजाओं के पास जन्म होता. അപ്പോൾ ബാബ പറഞ്ഞു തരണ ആരാണ് ഇതൊക്കെ രചിക്കുക? ആരുടെ അടുത്ത് നിങ്ങൾ ജന്മം എടുക്കുന്നു അതിനനുസരിച്ച് അവിടെ കൊട്ടാരുണ്ടാക്കി എന്തുണ്ടാക്കുമോ നോക്കാം. അപ്പോൾ ബാബ പറഞ്ഞ രാജാക്കന്മാരുടെ അടുത്ത് ജന്മം എടുത്തു എന്നുള്ളൊരു നമ്മൾ ഗായനം പറയാറില്ലേ? ക്യാ ഹോത്ത സ്വത്തോ ആകെ ചൽ ദേക്കണം. അപ്പോൾ ആര് എവിടെ ഏത് രാജാക്കന്മാരുടെ അടുത്ത് ജന്മം എടുക്കും? ബാബപ്പണി ഇതൊക്കെ ഇനി മുന്നോട്ട് നിങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. അബി തൊടേക്ക് ബാബ ബത്തായേക ഇനി നിങ്ങൾ ജന്മെടുക്കുന്നൊന്നും ഇപ്പോൾ ബാബ റിസൾട്ടൊന്നും വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. वो फिर ആർട്ടിഫിഷ്യൽ നാടകോ ജായേ ഇസ്ലിയെ ബത്താത്തെ കുച്ച് ബി നഹി. പിന്നീട് ബാബപ്പണ് അതിനൊരു യാഥാർത്ഥ്യം ഉണ്ടാവില്ലല്ലോ. ബാബ മുൻകൂട്ടി കഥയുടെ നാടകത്തിൻ്റെ മൊത്തം മുൻകൂട്ടി ദൃശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നാൽ അതുകൊണ്ട് ബാബപ്പണ് ഞാനൊന്നും വെളിപ്പെടുത്തില്ല. ഡ്രാമയെ ബത്താനിക്ക് നൂന്തിനഹി ആര് ആരായി തീരുമെന്നുള്ളത് പറയാനുള്ളത് ഡ്രാമയിൽ അങ്ങനെ ഒരു റോളേ ഇല്ല. ബാബ കേത്തി മൈ ബി പാർട്ടധാരി ഹൂ. ബാബയ്ക്ക് എല്ലാം അറിഞ്ഞാലും ബാബയ്ക്കൊന്നും പറയാനും പറ്റില്ല. കാരണം ബാബപ്പണ് ഡ്രാമയിൽ ഞാനും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, ഞാനും പാർട്ടധാരിയാണല്ലോ. ആഗേക്ക് ബാത്തെ പെഹ്ലെ സേ ജാൻതാ ഹോത്താ തോ ബഹുത് കുച്ച് ബത്താത്താ. ബാബപ്പണ് മുന്നേ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എങ്കിൽ, പറയാനുള്ള റോൾ ഉണ്ടായിരുന്നു എങ്കിൽ ബാബപ്പണ് മുൻകൂട്ടി ഞാൻ എല്ലാം പറഞ്ഞിരുന്നേനെ. ബാബ അന്തര്യാമി ഹോത്താ തോ പെഹ്ലെ സേ ബത്താത്ത. ബാബപ്പണ് ഞാൻ അന്തര്യാമി ആയിരുന്നു എങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നേ അറിയിക്കുമായിരുന്നു. കേത്തേ നഹി ഡ്രാമ മേ ജോ ഹോത്താ ഉൻകോ സാക്ഷി ഹോ ദേഖ്തേ ചലോ. പക്ഷെ ബാബപ്പണ് അങ്ങനെ ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് ബാബപ്പണ് ഡ്രാമ അനുസരിച്ച് എന്തെപ്പം നടക്കണോ അതിനനുസരിച്ച് ബാബയ്ക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ബാബപ്പണ് ഡ്രാമയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തോ അതിനെല്ലാം സാക്ഷിയായിരുന്ന് കാണുക. और साथ साथ याद की यात्रा में मस्त रहो. അതോടൊപ്പം തന്നെ എന്ത് വേണം? ബാബപ്പണ് ഓർമ്മയുടെ യാത്രയിൽ മുഴുകിയിരിക്കാനും പറ്റണം. കാരണം ഓർമ്മയുടെ വിഷയത്തിലാണ് കുട്ടികൾ തോൽക്കുന്നത്. ज्ञान कभी कम जास्ती नहीं होता, याद की यात्रा कभी कम कभी जास्തി होता. ബാബപ്പണ് ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ കുറവും കൂടുതലെന്നുള്ള അവസ്ഥ ഉണ്ടാകാറില്ല. പക്ഷെ ഓർമ്മയുടെ യാത്രയുടെ കാര്യത്തിൽ എന്താകുന്നു? ആ ഒരു വ്യത്യാസം വരും. ഇടയ്ക്ക് കൂടും, ഇടയ്ക്ക് കുറയും. ജ്ഞാൻ തോ ജോ മിലാ ഹേ സോ ഹൈ ഹി. ബാബയിൽ നിന്ന് ജ്ഞാനം ഞാൻ എത്ര എടുത്തോ അതെപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ. പക്ഷെ ഓർമ്മയുടെ വിഷയത്തിൽ വരുമ്പോൾ എന്താകും? ബാബപ്പണ് ഏറ്റക്കുറിച്ചിലുണ്ടാകും. याद की यात्रा में कभी उमंग रहता कभी ढीला, नीचे ऊपर यात्रा होती है ना. അപ്പോൾ ബാബപ്പണ് ഓർമ്മയുടെ യാത്രയിൽ ഇടയ്ക്കൊക്കെ വളരെ ഉത്സാഹത്തോടെ ഉണ്ടാകും, ഇടയ്ക്കുണ്ടാകും തണുപ്പ് മട്ടിലായിരിക്കും. അപ്പോൾ ബാബപ്പണ് യാത്രയിൽ അങ്ങനെയാണല്ലോ, വഴികൾ അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ. കയറ്റവും ഇറക്കവും ഉണ്ടാകും. അതേപോലെയാണ് ഈ ഓർമ്മയുടെ യാത്രയിലും. ജ്ഞാൻ മേ തും സീഡി നഹി ചढ़ते, ജ്ഞാൻ കോ യാത്ര നഹി കഹാ ജാത്താ. ജ്ഞാനത്തെ ഒരിക്കലും യാത്ര എന്ന് പറയാറില്ല. അതുകൊണ്ട് അതിൽ പടികളൊന്നും കയറേണ്ട ആവശ്യമില്ല. യാത്ര ഹേ യാദ്ക്ക്. യാത്ര എന്ന് ഉദ്ദേശിക്കുന്ന ഏതിനെയാണ്? ഓർമ്മയുടെ. അപ്പോൾ ബാബ പറയുകയാണ് ഓർമ്മയിലിരിക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ രക്ഷ, സുരക്ഷ. നമുക്കുള്ള സുരക്ഷ ഇതില ബാബയുടെ ഓർമ്മയിൽ. ദേഹാഭിമാൻ മേ ആനെ സേ തും ബഹുത് ധോക്കാ കാത്തേ. പക്ഷെ എപ്പോഴാണോ നമ്മൾ ദേഹാഭിമാനത്തിൽ വന്നു പോകുന്നത് അപ്പോൾ നമ്മൾ വളരെയധികം ചതിക്കപ്പെടുന്നു, വികർമ്മങ്ങൾ നമ്മളിലൂടെ സംഭവിക്കുന്നു. അപ്പോൾ ബാബപ്പണ് കാമ മഹാശത്രുവാണ്. ഉന്മേ ഫെയിൽ ഹോപ്പെടുത്തേ അല്ലേ. അതിലാണ് തോറ്റു പോകുന്നത്. എപ്പോൾ? ഓർമ്മയുടെ ബലം ഇല്ലാതാകുമ്പോൾ, ദേഹാഭിമാനത്തിലേക്ക് വന്നു പോകുമ്പോൾ ബാബപ്പണ് വളരെയധികം നമ്മൾ ചതിക്കപ്പെടും. ക്രോധ ആദിക്ക് ബാബ ഇത്തനെ ബാത് നഹി കർത്തെ. ക്രോധത്തെക്കുറിച്ച് ബാബ അത്രയും കാര്യങ്ങളൊന്നും പറയാറില്ല. എന്നാൽ ബാബ പറയുന്ന കാര്യങ്ങൾ ഏതെക്കുറിച്ചാണ്? കാമ മഹാശത്രുവിനെ കുറിച്ചാണ്. ജ്ഞാൻ സേ യാ തോ ഹേ സെക്കൻഡ് മേ ജീവൻ മുക്തി, യാ തോ ഫിർ കഹത്തെ സാഗർ കോ സായി ബനാവോ തോ ഭി പൂരാ നഹി ഹോഗ. ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ മഹിമ പറയാറുണ്ട്. ജ്ഞാനത്തിലൂടെ ഒരു സെക്കൻഡിൽ ജീവൻ മുക്തി എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ ബാബയുടെ ജ്ഞാനത്തെ സാഗരത്തെ മഷിയാക്കി എഴുതിയാൽ പോലും ഒരിക്കലും തീരുകയില്ല. ഏതോ സിർഫ് കേത്തെ അലഫ് കോ യാദ് കർ. എന്നിട്ടും ബാബ സാരരൂപത്തിൽ എന്ത് പറയും? കേവലം ബാബയെ മാത്രം ഓർമ്മിക്കും.
യാദ് കർന കിസ്കോ കഹാ ജാത്ത ഏ തൊടെ ഹി ജാൻതേ. എന്നാൽ ആരെയാണ് ഓർമ്മിക്കേണ്ടതെന്ന് പോലും ഭക്തിയിലുള്ളവർക്ക് അറിയുകയില്ല. കേത്തെ കലിയുഗ് സേ ഹംകോ സത്യുഗ് മേ ലേ ചലോ, പുരാനി ദുനിയാ മേ ഹേ ദുഃഖ്, ദേഖ്തേ ഹോ ബർസാത്ത് മേ കിത്തനെ മകാൻ ഗിർത്തേ രഹത്തെ. അവർക്കറിയാം ഈ കലിയുഗി ലോകത്തിൽ അത്രയധികം ദുഃഖമുണ്ട്. അതുകൊണ്ട് ഈശ്വരനോട് പറയും, കലിയുഗത്തിൽ നിന്ന് ഞങ്ങളെ സത്യുഗത്തിലേക്ക് കൊണ്ടുപോയാലും. ഇപ്പോൾ ബാബാപ്പനെ നിങ്ങൾ നേരിട്ട് കാണുന്നില്ലേ, മഴക്കാലങ്ങളിലൊക്കെ എത്രമാത്രം വീടുകളൊക്കെ തകർന്നു പോകാറുണ്ട്, എത്ര പേര് മുങ്ങിപ്പോകാറുണ്ട്, ഒഴുകിപ്പോകാറുണ്ട്. ബർസാത്ത് ആദി നാച്ചുറൽ കലാമിറ്റീസ് ബി ഹോഗി. അപ്പോൾ ബാബ പറയണ ഈ മഴ സാധാരണ രൂപമല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ബാപ്പണ് പ്രകൃതിയുടെ വികോപങ്ങൾ ഉണ്ടാകും. ये सब अचानक होता रहेगा, കുംഭകർണ की नींद में सोए हुए. അപ്പോൾ ബാപ്പണ് ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഇപ്പോഴും മനുഷ്യൻ എന്താണ്, കുംഭകർണൻ്റെ നിദ്രയിൽ ഉറങ്ങിക്കിടക്കാണ്. വിനാശ് കെ സമയ ജാഗേങ്കെ ഫിർ ക്യാ കർ സക്കേങ്കെ മർ ജായേങ്കെ. ഇപ്പോൾ ഒക്കെ പറയുമ്പോൾ അവർ പറയോ ഇതൊന്നും ഇപ്പോൾ ഒന്നും ആവശ്യമില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. ബാപ്പന് വിനാശത്തിൻ്റെ സമയമാകുമ്പോൾ അവർ ഉണരാൻ തുടങ്ങും. അവരൊക്കെ പറഞ്ഞത് ശരിയായിരുന്നല്ലോ. ബാപ്പണ് അപ്പം എന്ത് ചെയ്യാൻ പറ്റും, മരിക്കല്ലാതെ വേറൊരു വഴിയും ഉണ്ടാവില്ല. ധർത്തി ബി ജോർ സെ ഹിൽത്തി, തൂഫാൻ ബർസാത്ത് ആദി സബ് ഹോത്താ. ബാപ്പണ് ഒറ്റടിക്ക് എല്ലാ തത്വങ്ങളും ഒരുമിച്ച് തന്നെ ഉണ്ടാകും, കോപിക്കാൻ തുടങ്ങും അല്ലേ. ഭൂമി കുലുക്കം ഉണ്ടാകും, കൊടുങ്കാറ്റുണ്ടാകും, പേമാരി ഉണ്ടാകും. ഇതെല്ലാം ഒരുമിച്ച് വരും. മറ്റൊരു ഭാഗത്ത് എന്തുണ്ടാവും, ബോംബ്സ് വി ഫേങ്തേ ഹെ. ബാപ്പണ് മറ്റൊരു ഭാഗത്ത് യുദ്ധം ആരംഭിക്കും, ബോംബൊക്കെ എറിയാൻ തുടങ്ങും. പരന്തു യഹാ എഡിഷൻ ഹെ സിവിൽ വാർ. ബാബ പറഞ്ഞ് ഇതൊക്കെ നടക്കുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി കൂടുകയാണ്. ഏത്, ധർമ്മയുദ്ധവും നടക്കും അല്ലേ. എന്താണ്, ധർമ്മത്തിൻ്റെ പേരിൽ യുദ്ധം നടക്കും. അപ്പോഴാണ് ബാപ്പണ് രക്തപ്പുഴ ഒഴുകുക. യഹാ മാരാമാരി ഹോത്ത. ഹിന്ദു മുസ്ലിമോ ഹിന്ദു ക്രിസ്ത്യാനോ എല്ലായിട്ടുണ്ടാകും, കലഹം അത്രയും വർദ്ധിക്കും. അപ്പോൾ ബാബ പറയണ അപ്പോഴാണ് കുത്തും കൊലയൊക്കെ നടക്കുക. ഏക് ദോപ്പ കേസ് കർത്തേ രഹത്തെ സോ ലഡേങ്കെ ബി ജറൂർ സബ്കെ നിധൻ കെ തും ഹോ ധനി കെ. ബാബ പറയണ പരസ്പരം കേസ് ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നീട് അതിൻ്റെ പേരിൽ പിന്നീട് കലഹങ്ങളും വഴക്കുകളൊക്കെ നടക്കും. ബാബ പറയണ ഇവരൊക്കെ അനാഥരാണല്ലോ, അവരെ ചോദിക്കാനും പറയാനും നാഥൻ ആരുമില്ല. പക്ഷെ നിങ്ങൾ കുട്ടികളാണ്, ആരാണ്, നിങ്ങൾ സനാഥരാണ്. കൊയ് ലഡായി ആദി തുംകോ നഹി കർണി. അതുകൊണ്ട് ബാബ പറഞ്ഞ നമുക്കിടയിൽ എന്ത് പാടില്ല, അത്തരത്തിലുള്ള കലഹങ്ങളൊന്നും പാടില്ല. ബ്രാഹ്മൺ ബന്നേ സേ തും ധനിക്ക് ബൻ ഗൈ. ബാബ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, ബ്രാഹ്മണരായതുകൊണ്ട് നമ്മൾ നാഥൻ്റേതായിട്ട് മാറിയിരിക്കാൻ. നാഥനില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ധനി ബാപ് കോ യാ പിതാക്കോ കേത്തെ. നാഥൻ എന്ന് ആരെ വിളിക്കാം, അച്ഛനെയാണ് വിളിക്കുക, അല്ലെങ്കിൽ പതിയെ വിളിക്കും. शिव बाबा तो पतियों का पति है, सगाई हो जाती तो फिर कहते हम ऐसे पति के साथ कब मिलेगी. അതായത് ബാബ പിന്നെ ശുഭാബിയാണ് നമ്മൾ ആത്മാക്കൾക്ക് പതികൾക്കും പതിയായിരിക്കുന്നവൻ. അപ്പോൾ ബാബ പറഞ്ഞ ഒരിക്കൽ നമ്മളുടെ നിശ്ചിതാർത്ഥം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും, എപ്പോഴാണ് ആ പതിക്കൊപ്പം പോവാന്നുള്ള ചിന്തയിലായിരിക്കും ഉണ്ടാവുക. ആത്മാ കേത്തി ഹേ ശുഭാബ ഹമാരി തോ ആപ്സെ സഗായി ഹുയി ഹെ. ഇവിടെ ആത്മാവായിരിക്കുന്ന നമ്മളുടെ ഉള്ളിൽ ആ ഒരു ബോധം ഉണർന്നിരിക്കാൻ. ഇപ്പോൾ നമ്മുടെ നിശ്ചിതാർത്ഥം ആരുമായിട്ടാണ്, ശുഭാബിയായിട്ട് അല്ലേ. അവിടെ വ്യക്തികളായിട്ട്, ഇവിടെ ശുഭാബിയായിട്ട്. ആപ്പ് अब आपसे हम मिले कैसे, कोई तो सच लिखते कोई तो बहुत छिपाते. ഇപ്പോൾ ചില കുട്ടികൾ അത്രയാ എന്താ പറയുക, ആ ഒരു ബാബിയായിട്ട് എപ്പോൾ കണ്ടുമുട്ടും, ബാബിയുടെ അടുത്ത് എപ്പോൾ എത്തും, ചിലർ ബന്ധനത്തിലുണ്ടാകും. അപ്പോൾ അവർക്ക് ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു തുടിപ്പുണ്ടാവും, ബാബയെ എപ്പോൾ കാണണം. പക്ഷേ ബാബിന് ചില കുട്ടികൾ സത്യസന്ധതായിരിക്കും, ചില കുട്ടികൾ പല കാര്യങ്ങളും മറച്ചു വയ്ക്കും ബാബയോട്. സച്ചായിസ് ലിഖ്തേ നഹി കി ബാബ ഹംസെ ഭൂൽ ഹോ ഗയി ക്ഷമാ കറോ. സത്യതയോടുകൂടി ബാബയ്ക്കൊന്നും എഴുതാറില്ല, ബാബ ഞാൻ ഇന്ന് തെറ്റ് ചെയ്തു പോയി, എനിക്ക് ക്ഷമിക്കണമെന്ന് മക്കള് ബാബയോട് തുറന്ന് പറയാറില്ല, അത് എഴുതാറില്ല. അഗർ കൊയ് വികാരമേ ഗിരാത്തോ ബുദ്ധിമേ ധാരണ ഹോ നഹി സക്തി ന. ബാബ എന്തുകൊണ്ടാണ് മുന്നറിയിപ്പ് നൽകുന്നത്, ഒരു പക്ഷേ കാമവികാരത്തിൽ പെട്ടുപോയി എങ്കിൽ ബാബ പറയണ ബുദ്ധിയിൽ ജ്ഞാനമൊന്നും ഉണ്ടാവില്ല, ധാരണ ചെയ്യാൻ സാധിക്കില്ല. तो बाबा कहते तुम ऐसी कड़ी भूल करेंगे तो चकनाचूर हो जाएगा. അപ്പോൾ ബാബ പറഞ്ഞ അത്തരത്തിലുള്ള കടുത്ത തെറ്റ് ചെയ്യുകയാണെങ്കിൽ സർവനാശം സംഭവിക്കും.
तुमको हम गोरा बनाने के लिए आए, फिर तुम काला मुँह कैसे करते हो? ബാബ പണി ഞാൻ വന്നിരിക്കുന്നത് തന്നെ നിങ്ങളെ സുന്ദരന്മാരാക്കാനല്ലേ, എന്നിട്ടും നിങ്ങൾ എന്തിനാണ് മുഖം കറുപ്പിക്കുന്നത്? ബൽ സ്വർഗമേ ആയെങ്കിൽ പായി പൈസക്ക പത് പായേക്ക. ബാബയുടെ കുട്ടി ആയതുകൊണ്ട് അവരെവിടെ എത്തും? സ്വർഗത്തിലെത്തും. പക്ഷെ ബാബ പണി അവിടെ ഒരു ചില്ലിക്കാശിൻ്റെ പദവിയായിരിക്കും അവിടേക്ക് ഉണ്ടാവാം. കാരണം രാജധാനിയാണല്ലോ സ്ഥാപിക്കപ്പെടുന്നത്. कोई तो हार खाकर जन्म जन्मांतर पद भ्रष्ट हो जाता, कहेंगे बाप से तुम ये पद पाने आए हो, बाप इतना ऊंच बने, हम बच्चे फिर प्रजा थोड़े ही बनेगा. അതായത് ബാബ പറഞ്ഞ ചില കുട്ടികൾ തോറ്റ് ജന്മജന്മാന്തരത്തിലേക്ക് എന്താക്കും? അവരുടെ പദവി തന്നെ എന്താകും? ഭ്രഷ്ട. സത്വത്തിൽ വരുമെങ്കിൽ ചെറിയ എവിടെയെങ്കിലും ഒരു പദവി കിട്ടും. ത്രൈതായകത്തിലെത്തുമ്പോഴും അങ്ങനെ തന്നെ. പിന്നെ അവർക്ക് ഉയർന്ന പദവി ഒന്നും നേടാനുള്ള അവസരവും ഉണ്ടാവില്ല, സമയവും ഉണ്ടാവില്ല. അപ്പോൾ ബാബയോട് പറയാണ്, ബാബാസേ തും യേ പദ് പാനെ ആയേ ഹോ. അപ്പോൾ പറയില്ലേ, ഇത് ഈ പദവി എടുക്കാനാണ് ഇവിടെ വന്നത്. ബാബ എത്ര ഉയർന്നവനാണ്. ഹം ബച്ചേ ഫി പ്രജാ തോടെ ഹി ബനേങ്കെ. അത്രയും ഉയർന്ന അച്ഛൻ ഇത്രയും ശ്രേഷ്ഠ പഠിപ്പ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ പ്രജകളാകാനല്ലല്ലോ പഠിക്കുന്നത്. ബാബ് ഗദ്ദി പർ ഹോ ഓർ ബച്ച ദാസദാസി ബനെ, കിത്തനി ലജ്ജാക്കി ബാത്ത്. അച്ഛൻ സിംഹാസനത്തിലും എന്നിട്ട് കുട്ടി ദാസദാസിയായിട്ട് മാറുകയാണെങ്കിൽ ഇതെത്ര ലജ്ജിക്കേണ്ട ഒരു കാര്യമാണ്. പിച്ചാടി മേ തുമക്കോ സബ് സാക്ഷാത്കാർ ഹോഗ, ഫിർ ബഹുത് പച്തായേക്ക. ബാബ പറയണ്, അവസാനം എല്ലാവർക്കും എന്തുണ്ടാകും അല്ലേ? മൊത്തം കിണിച്ച് ബാബ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആകത്തുക, നിങ്ങളുടെ സമ്പാദ്യം എത്ര, നിങ്ങളുടെ മാർക്ക് എത്ര അല്ലേ? ബാബ അതിനനുസരിച്ച് പിന്നീട് നിങ്ങൾ ആരായിത്തീരും എന്നുള്ള സാക്ഷാത്കാരം കാണിക്കുമ്പോൾ ബാബ പറഞ്ഞ പശ്ചാത്തപിക്കല്ലാണ്ട് വേറെന്ത് ചെയ്യാൻ? നാഹെ കൈസാക്കിയ എന്നിട്ട് തലയിട്ടടിക്കും. അപ്പം എന്തേ എനിക്ക് ബുദ്ധി വന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തലക്കിട്ടടിക്കും. കിസ്കി തക്ദീർ മേ നഹീ ഹേ തോ ബാപ്പാക്ക പടാത്തെ ഫിർ ബി ഗഫ്ലത്ത് കർത്തേ രഹത്തെ. ബാബ പറഞ്ഞ ഭാഗ്യത്തിലില്ല എങ്കിലും ബാബ വന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഓരോരുത്തരുടെ ഭാഗ്യം എങ്ങനെയുള്ളതാണെന്ന് അറിയാമെങ്കിലും ബാബ ഒരേപോലെ തന്നെയല്ലേ എല്ലാ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതിലും നമ്മൾ തെറ്റ് ചെയ്താലോ യാദി നഹീ കർത്തി, കുട്ടികൾ ബാബ ഓർമ്മിക്കാറ് പോലും ഇല്ല. അതോടൊപ്പം ബഹുത് വികർമ്മ ബൻചാത്ത, ഓർമ്മിക്കുന്നുമില്ല, പഠിക്കുന്നുമില്ല, ധാരണയുമില്ല. അതോടൊപ്പം ഉണ്ടാകും ഒത്തിരി വികർമ്മങ്ങളും സംഭവിക്കും. തും ബച്ചോ പർ അബ് ഹേ ബൃഹസ്പതിക്ക് ദശ. ബാബ ഒന്നും കൂടി സമാധാനപ്പെടുത്തുക, കുട്ടികൾ എങ്ങനെ പഠിക്കട്ടെ. അതുകൊണ്ട് ബാബ പറഞ്ഞ ഇപ്പം നിങ്ങളുടെ മേലുള്ളത് ബൃഹസ്പതിയുടെ ദശയാണ്. ഇസ്മേ ഊഞ്ച് ദശ ഓർ കോയിക്ക ഹോത്താനഹി. ഇതിനേക്കാളും ഉയർന്ന ദശ ബാബയുടെ മറ്റാർക്കും ഉണ്ടാവില്ല. ദശായി ചക്ര ലഗാത്തി റത്തി തും ബച്ചോപ്പ്. ബാബ പണി ഈ ദശകൾ ഇങ്ങനെ നിങ്ങൾ കുട്ടികളുടെ ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ബാബ പറയണ ഇപ്പം സമയത്തിൽ ഇപ്പോൾ ഉള്ള ദശ ഏതാണ്? നിങ്ങളുടേത് ബൃഹസ്പതിയുടെ ദശ. പക്ഷെ നമ്മൾ ഈ കാല് തെറ്റി വഴുതി വീണ്ടും അങ്ങോട്ട് പോകും. രാഹുദശ കേതുദശ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അതുകൊണ്ട് ബാപ്പണി ഈ ചക്രം ഇങ്ങനെ നിങ്ങൾക്ക് ചുറ്റും എന്താവാണ്? വലയം വയ്ക്കുകയാണ്. അതുകൊണ്ട് ബാബ സുരക്ഷ എവിടെയാണെന്ന് പറഞ്ഞത്? ബാബയുടെ ഓർമ്മയിൽ. अच्छा, मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग. नमस्ते नमस्ते नमस्ते. धारणिकुള്ള പ്രധാന പോയിന്റാണ് ഒന്ന്, इस ड्रामा की हर सीन को साक्षी होकर देखना. ഈ ഡ്രാമയിലെ ഓരോ ദൃശ്യത്തെയും സാക്ഷിയായിരുന്ന് കാണണം. ഈ ഡ്രാമയിലെ ഓരോ ദൃശ്യത്തെയും സാക്ഷിയായിരുന്ന് കാണണം. ഏക് ബാപ് കി യാദ് മേ മസ്ത് രഹനാ ഹൈ. ഒരു ബാബയുടെ ഓർമ്മയിൽ ലയിച്ചിരിക്കണം. ഒരു ബാബയുടെ ഓർമ്മയിൽ ലയിച്ചിരിക്കണം. ഓർമ്മയുടെ യാത്രയിൽ ഒരിക്കലും ഉത്സാഹക്കുറവ് ഉണ്ടാകരുത്.
ഓർമ്മയുടെ യാത്രയിൽ ഒരിക്കലും ഉത്സാഹക്കുറവ് ഉണ്ടാകരുത്. पढ़ाई में कभी गफलत नहीं करना, अपनी ऊंच तकदीर बनाने के लिए पवित्र ज़रूर बनना. പഠിത്തത്തിൽ ഒരിക്കലും തെറ്റ് ചെയ്യരുത്. പഠിത്തത്തിൽ ഒരിക്കലും തെറ്റ് ചെയ്യരുത്. തൻ്റെ ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കുന്നതിനായി തീർച്ചയായും പവിത്രരാകണം. हार खाकर जन्म जन्मांतर के लिए पदभ्रष्ट नहीं करना. തോറ്റ് ജന്മജന്മാന്തരത്തിലേക്കായി പദവിയെ ഭ്രഷ്ടമാക്കരുത്. തോറ്റ് ജന്മജന്മാന്തരത്തിലേക്ക് വേണ്ടി പദവി ഒരിക്കലും ഭ്രഷ്ടമാക്കരുത്. इन्नते वरदान सच्ची सेवा द्वारा अविनाशी अलौकिक खुशी के सागर में लहराने वाले खुशनसीब आत्मा भव. സത്യമായ സേവനത്തിലൂടെ അവിനാശിയും അലൗകികവുമായ സന്തോഷത്തിൻ്റെ സാഗരത്തിൽ മുഴുങ്ങിയിരിക്കുന്ന സത്യമായ സേവനത്തിലൂടെ അവിനാശിയും അലൗകികവുമായ സന്തോഷത്തിൻ്റെ സാഗരത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാഗ്യവാൻ ആത്മാവായി ഭവിക്കും. ഭാഗ്യവാൻ ആത്മാവായി ഭവിക്കും. ബാബ വിശദീകരിക്കുകയാണ്. जो बच्चे सेवाओं में बाप दादा और निमित्त बड़ों के स्नेह की दुआएं प्राप्त करते, उन्हें अंदर से अलौकिक आत्मिक खुशी का अनुभव होता. ഏത് മക്കളാണോ സേവനത്തിൽ ബാപ്ദാദയുടെയും നിമിത്തരായ മുതിർന്നവരിൽ നിന്നും സ്നേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേടുന്നത്, ബാപ്ദാദിയിൽ നിന്നും നിമിത്തരായ മുതിർന്നവരിൽ നിന്നും സ്നേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേടുന്നത് അവരുടെ ഉള്ളിൽ അലൗകികതയുടെ ആത്മീയ സന്തോഷത്തിൻ്റെ അനുഭവമുണ്ടാകും. അലൗകികമായ ആത്മീയ സന്തോഷത്തിൻ്റെ അനുഭവമുണ്ടാകും. वे सेवाओं द्वारा आंतरिक खुशी, रूहानी मौज, बेहद की प्राप्ति का अनुभव करते. അവർ സേവനങ്ങളിൽ ആന്തരിക സന്തോഷവും അതായത് അവർക്ക് സേവനം ചെയ്യുമ്പോൾ ആന്തരിക സന്തോഷവും ആത്മീയ ആനന്ദവും അളവറ്റ പ്രാപ്തിയുടെയും അനുഭവം ചെയ്യുന്നു.
അളവറ്റ പ്രാപ്തിയുടെയും അനുഭവം ചെയ്യുന്നു. അതിനാൽ തന്നെ അവർ സദാ സന്തോഷത്തിൻ്റെ സാഗരത്തിൽ മുങ്ങിയിരിക്കും. അതിനാൽ തന്നെ അവർ സദാ സന്തോഷത്തിൻ്റെ ആ ഒരു സാഗരത്തിൽ മുങ്ങിയിരിക്കും. सच्ची सेवा, सर्व का स्नेह, सर्व द्वारा अविनाशी सम्मान और खुशी की दुआएं प्राप्त होने की खुशनसीबी के ശ്രേഷ്ഠ ഭാഗ്യ का അനുഭവ कराती है. സത്യമായ സേവനമാണെങ്കിൽ സർവരുടെ സ്നേഹം സർവരിലൂടെ അവിനാശി ആദരവ് അതോ ബഹുമാനം, സർവരിൽ നിന്നും അവിനാശിയായ ആദരവ്, പിന്നീട് സന്തോഷത്തിൻ്റെ അനുഗ്രഹം പ്രാപ്തമാകുന്നു. അനുഗ്രഹം പ്രാപ്തമാകുന്നു. ഈ ഒരു ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ അനുഭവം അവർ നുകരും. ഈ ഒരു ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ അനുഭവം അവർ നുകരും. ആരാണോ സദാ സന്തുഷ്ടരായിരിക്കുന്നത് അവർ തന്നെയാണ് ഭാഗ്യവാൻ. ആരാണോ സദാ സന്തുഷ്ടരായിരിക്കുന്നത് അവർ തന്നെയാണ് ഭാഗ്യവാൻ. അതുകൊണ്ട് സദാ സന്തുഷ്ടരായിരിക്കണം, സദാ ഭാഗ്യവാനായിരിക്കണമെങ്കിൽ സദാ സർവരിലൂടെ അവിനാശി സ്നേഹത്തിൻ്റെയും അഥവാ അനുഗ്രഹത്തിൻ്റെയും അഥവാ സന്തോഷത്തിൻ്റെ പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ ബാബ എന്താ പറഞ്ഞ സത്യ സേവ ചെയ്യും. स्लोगन, सदा हर्षित व आकर्षण मूर्त बनने के लिए संतुष्ट मणि बनो. സദാ ഹർഷിതരും അഥവാ ആകർഷണമൂർത്തിയാകുന്നതിന് വേണ്ടി സന്തുഷ്ടമണികളായിരിക്കും. സദാ ഹർഷിതരും അഥവാ ആകർഷണമൂർത്തിയാകുന്നതിന് വേണ്ടി സന്തുഷ്ടമണികളാകും. ബാബയുടെ ഇന്നത്തെ വരദാനം ചിന്തിക്കാനുള്ളതാണ്. സത്യസേവ എന്നതിൻ്റെ അർത്ഥം എന്താണെന്നും കൂടി നമ്മൾ മനനം ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ഒന്ന് സത്യസേവ നമുക്ക് ചിന്തിക്കാൻ പറ്റും, ബാബ എന്നെ നിമിത്തമാക്കി എന്ന ദൃഷ്ടിയിലൂടെ സേവ ചെയ്യാം അല്ലേ. അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോഴേ സത്യസേവനത്തിൻ്റെ റിസൾട്ട് എന്തായിട്ട് മാറും എന്ന് പറഞ്ഞു, അവിനാശ്യം അലൗകിക സന്തോഷം. അതേപോലെ തന്നെ മുതിർന്നവരിൽ നിന്നും ബാബയിൽ നിന്നും അനുഗ്രഹം. अव्यक्त इशारा, कर्म में, वाणी में, संपर्क व संबंध में, लव और स्मृति व स्थिति में लवलीन रहना. जो जितना लवली होगा वो उतना ही लवलीन रह सकता. कर्मത്തിലും വാക്കിലും സംബന്ധ സമ്പർക്കത്തിലും ആ സ്നേഹത്തിലും സ്മൃതിയിലും അതുപോലെ സ്ഥിതിയിലും ലവ്ലീനായിരിക്കണം. കർമ്മത്തിലും വാക്കിലും സംബന്ധ സമ്പർക്കത്തിലും സ്നേഹം, പിന്നീട് സ്മൃതിയിൽ അഥവാ സ്ഥിതിയിൽ ലവ്ലീനായിരിക്കണം. എന്നാൽ
ആരെത്രമാത്രം ലൗലി എന്ന് വെച്ചാൽ സ്നേഹികളായിരിക്കുന്നുവോ അവരത്ര തന്നെ ലൗലീൻ സ്ഥിതിയിലായിരിക്കും. അവരത്ര തന്നെ ലൗലീൻ സ്ഥിതിയിലായിരിക്കും. ആരത്ര തന്നെ സ്നേഹികളായിരിക്കുന്നുവോ ലൗലി ആയിരിക്കുന്നുവോ അവരത്ര തന്നെ ലൗലീൻ സ്ഥിതിയിലായിരിക്കും. इस लवलीन स्थिति को मनुष्यात्माओं ने लीन की अवस्था कर दिया. ഈ ഒരു ലൗലീൻ സ്ഥിതിയെ, ലൗലീൻ സ്ഥിതി അതിൽ തന്നെ മുഴുകിരിക്കുക, ആ സ്നേഹത്തിൽ മുങ്ങിരിക്കുക, ആ ഒരു സ്ഥിതിയെ തന്നെയാണ് മനുഷ്യാത്മാക്കൾ ലീനമാകുന്ന അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പരമാത്മാവിൽ ലയിക്കും, പരമാത്മാവിൽ ലീനമാകും എന്ന് പറയില്ലേ, ബാപ്പൺ ഈ ഒരു സ്ഥിതിയുടെ ആധാരത്തിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. बाप में लव खत्म करके सिर्फ लीन शब्द को पकड़ लिया. ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചവസ്ഥ ലൗലീൻ സ്ഥിതി. എന്നാൽ അവർ ആ ഒരു സ്നേഹത്തെ മാറ്റി കേവലം ലീൻ എന്ന ശബ്ദത്തെ മാത്രം അവർ എടുത്തു പറഞ്ഞു. ലൗലീൻ എന്നതിൽ ലൗവിനെ മാറ്റി നിർത്തി, എന്നിട്ട് ലീൻ എന്നുള്ള ശബ്ദത്തെ മാത്രം അവർ എടുത്തു. आप बच्चे बाप के लव में लवलीन रहेंगे तो औरों को भी सहज आप समान व बाप समान बना सकेंगे. താങ്കൾ കുട്ടികൾ എപ്പോഴാണോ ബാബയുടെ സ്നേഹത്തിൽ ലൗലീനായിരിക്കുന്നത്, ലയിച്ചിരിക്കുന്നത്, അപ്പോഴേ മറ്റുള്ളവരെയും വളരെ എളുപ്പത്തിൽ ബാബയ്ക്ക് സമാനം അഥവാ തനിക്ക് സമാനമാക്കുവാൻ സാധിക്കും. ഓം ശാന്തി. അതുകൊണ്ട് ഇന്ന് ബാബ മുഴുവൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഏത് പോയിന്റ് ആയിരുന്നു? ബ്രഹ്മാവിൻ്റെ രഹസ്യത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, വ്യക്തമാക്കി കൊടുക്കാൻ ബാബൺ ആദ്യം സ്വയം എന്ത് വേണം, അതിന് നല്ല രീതിയിൽ മനസ്സിലാക്കും. കാരണം ബാബ വിശാലതയിൽ നമുക്ക് ജ്ഞാനം നൽകിയെങ്കിലും അതിൽ വളരെ ഗഹനവും വളരെ നിഗൂഢവും ഗുപ്തവുമായിരിക്കുന്ന രഹസ്യത ബ്രഹ്മാവിൻ്റെ റൂളാണ്. അതുകൊണ്ട് ബാപ്പൺ അത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിന് ബാബ ഇന്ന് പറഞ്ഞ് അക്കാലം മൂർത്തായിരിക്കുന്ന ബാബയുടെ സംസാരിക്കുന്ന ചലിക്കുന്ന രഥമാണ് ബ്രഹ്മബാബയുടെ ശരീരം. അതേപോലെ തന്നെ നമ്മൾ ആത്മാക്കളും കൂടി അക്കാലം മുഹൂർത്താണ്, നമ്മളുടെയും കൂടി ഇത് ചലിക്കുന്ന രഥം തന്നെയാണ്. പക്ഷെ ബാപ്പൺ അതിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. പിന്നെ ബാബ രണ്ടാമത്തത് പറഞ്ഞു, ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ലൗലീൻ സ്ഥിതിയിൽ, അതായത് ബാബയുടെ ഓർമ്മയിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് ബാബണ് വളരെയധികം പ്രാധാന്യം കൊടുക്കുക. ബാബൻ്റെ പറഞ്ഞല്ലോ, അതിലാണ് നമ്മുടെ രക്ഷ. ബാബയുടെ ഓർമ്മയാണ് രക്ഷ. ബാബ കൃഷ്ണൻ്റെ ജന്മത്തെക്കുറിച്ച്, അവരുടെ അച്ഛനെക്കുറിച്ച് അല്ലേ ചില സീക്രറ്റ്സ് മാത്രം ബാബ പറഞ്ഞു ഇനിയും അറിയാനുണ്ട്. അതേപോലെ നമ്മുടെ പുരുഷാർത്ഥത്തെക്കുറിച്ച്, ഫൈനൽ റിസൾട്ടിനെ കുറിച്ചും ബാബ ഓർമ്മപ്പെടുത്തി. ഇപ്പോൾ ബാബ എന്താണോ ഡയറക്ഷൻ നൽകുന്നത് അത് പ്രകാരം പുരുഷാർത്ഥം ചെയ്യുകയാണെങ്കിൽ പശ്ചാത്താപം ഉണ്ടാവില്ല, അല്ല എങ്കിൽ എന്താകും, പശ്ചാത്തപിക്കേണ്ടതായിട്ട് വരും. ഓം ശാന്തി.
बाबा तुम्हारी शिक्षाएं सदा है संग हमारे। बाबा तुम्हारी शिक्षाएं सदा है संग हमारे। चलते रहेंगे जीवन भर तेरी श्रीमत के सहारे। चलते रहेंगे जीवन भर तेरी श्रीमत के सहारे। बाबा तुम्हारी शिक्षाएं सदा है संग हमारे। बाबा तुम्हारी शिक्षाएं सदा है संग हमारे। ना दुख देना ना दुख लेना तूने हमें सिखाया है। ना दुख देना ना दुख लेना तूने हमें सिखाया है। शुभ चिंतक बन रहना सबका तूने पाठ पढ़ाया है। शुभ चिंतक बन रहना सबका तूने पाठ पढ़ाया है। अपकारी पर कर उपकार यही है शब्द तुम्हारे। अपकारी पर कर उपकार यही है शब्द तुम्हारे।